വിശദീകരിക്കുന്നുണ്ട്. വലാ എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഷാപരമായിട്ട് ഖുർബ് എന്നാണ് അതിന്റെ അർത്ഥം. അഥവാ അടുപ്പത്തെയാണ് വലാ സൂചിപ്പിക്കുന്നത്. പിന്നെ ബറാ എന്നത് നേരെ വിപരീതം, അടുപ്പത്തിന്റെ നേരെ വിപരീതമാണ് ബുഅദ് എന്നുള്ളത്, അകൽച്ചയാണ് അറിയിക്കുന്നത്. എന്നാൽ ശറഇൽ ഈ രണ്ട് കലിമത്തും പരിചയപ്പെടുത്തുമ്പോൾ കുറച്ചുകൂടെ വിശദീകരണം ആവശ്യമുണ്ട്. അതിനെക്കുറിച്ച് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചു ഈ രണ്ട് പദങ്ങളെ കുറിച്ച്. قال ابن تيمية رحمه الله الولاية ضد العداوة. വലായത്ത് എന്ന് പറഞ്ഞാൽ ശത്രുതയ്ക്ക് വിപരീതമാണ്. വാസ്ലുൽ വലായ അൽ മഹബ്ബത്തു വൽ ഖുർബ്, സ്നേഹവും അടുപ്പവും കാണിക്കുക എന്നുള്ളതാണ് വലായത്തിന്റെ അടിസ്ഥാനം. അതിന്റെ നേരെ വിപരീതമാണ് അജാവത്ത്, അതുപോലെ തന്നെ ബറാഅത്ത്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അൽ ബുഗ്ദു വൽ ബുഅദ്, ശത്രുത കാണിക്കുക അല്ലെങ്കിൽ വെറുക്കുകയും അകൽച്ച കാണിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ബറാഅത്ത് എന്ന് പറഞ്ഞാൽ. ചുരുക്കി പറഞ്ഞാൽ വലാ എന്ന് പറഞ്ഞാൽ വലാ പുലർത്തുക എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുക, അതുപോലെ തന്നെ അടുപ്പം കാണിക്കുക, അതുപോലെ തന്നെ അതിൽ ചേരുന്നതാണ് സഹായിക്കൽ. വലാഹിന്റെ അടിസ്ഥാനത്തിൽപ്പെട്ടത് തന്നെയാണ് സഹായിക്കുക എന്നുള്ളത്. ഇങ്ങനെ ചെയ്യുന്ന ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വലാഹിന്റെ അടിസ്ഥാന ഗുണങ്ങൾ. എന്നാൽ ബറാഇന്റെ അടിസ്ഥാന കാര്യങ്ങൾ അത് വെറുപ്പ് കാണിക്കുക, അകൽച്ച കാണിക്കുകയും അതുപോലെ തന്നെ സഹായിക്കാതിരിക്കലുമാണ് ബറാഅ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. വലാഅ് ബറാഅ് എന്നുള്ളത് മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പേരിൽ സ്നേഹിക്കലും അള്ളാഹുവിന്റെ പേരിൽ വെറുക്കലുമാണ് അതിന്റെ അടിസ്ഥാനം. അതിൽ ആളുകൾ മൂന്ന് തരക്കാരായിരിക്കും. വലാഅ് ബറാഅ് വിഷയത്തില് ആളുകൾ മൂന്ന് തരത്തിലുണ്ടാകും. ഒന്നാമതായിട്ട് മൻ ലഹുൽ മുവാലാത്തുൽ ഖാലിസ, പൂർണ്ണമായിട്ടുള്ള കറകലഞ്ഞിട്ടുള്ള നിഷ്കളങ്കമായിട്ടുള്ള മുവാലാത്ത് പുലർത്തേണ്ട ആളുകൾ ഉണ്ടാകും. തീരെ ബറാഅത്ത് കാണിക്കാതെ തീർത്തും വലാഅ് കാണിക്കേണ്ട ഒരു കൂട്ടരുണ്ട്. അവരാരാണ്? യഥാർത്ഥ മുഅ്മിനുകളാണ്. വൻപാപങ്ങൾ ചെയ്യാത്ത അല്ലെങ്കിൽ പരസ്യമായി ചെയ്യാത്ത അല്ലെങ്കിൽ വിദാഅത്തുകളില്ലാത്ത ഇങ്ങനെ കറകളഞ്ഞിട്ടുള്ള യഥാർത്ഥ മുഅ്മിനുകളോട് നമ്മൾ എന്ത് ചെയ്യണം? പൂർണ്ണമായിട്ടുള്ള വലാഅ് പുലർത്തണം. അവർക്ക് ഒരു തരത്തിലുള്ള ബറാഅും അവരിൽ നിന്ന് പുലർത്താൻ പാടില്ല. അഥവാ അവരെ പൂർണ്ണമായി നമ്മൾ സ്നേഹിക്കണം. അവരുടെ അള്ളാഹുവിനോടുള്ള അടുപ്പത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അവരോട് സ്നേഹം പുലർത്തണം. അള്ളാഹുവിനോട് അവരെ സ്നേഹിക്കണം, അവരുടെ അടുപ്പം പുലർത്തണം, അവരെ സഹായിക്കണം. രണ്ടാമത്തെ വിഭാഗം ഇനി പൂർണ്ണമായിട്ട് ബറാഅത്ത് പുലർത്തേണ്ട ഒരു വിഭാഗമുണ്ട്. അവരോട് തീരെ വലാഅ് പുലർത്താൻ പാടില്ല. അങ്ങനെയുള്ള ഒരു വിഭാഗമുണ്ട്. അവരാരാണ്? കുഫാറുകളാണ്. കുഫാറുകൾ പല വിധത്തിലുണ്ടാകും. അവരിൽ മുശ്രിക്കുകളുണ്ട്, മുനാഫിഖുകളുണ്ട്, അതുപോലെ തന്നെ യുക്തിവാദികളും, അതുപോലെ തന്നെ ദീനിലേക്ക് വന്നുകൊണ്ട് തിരിച്ചുപോയ മുർത്തദ്ദികളും, ഇങ്ങനെ പല രൂപത്തിലുള്ള
കുഫാറുകൾ ഏതിനത്തിലാണെങ്കിലും അവരോടെല്ലാം തന്നെ ബറാഅത്ത് പുലർത്തണം. അവരോട് വലാ പുലർത്താൻ പാടില്ല. മൂന്നാമത്തെ വിഭാഗം മല്ലഹുൽ മുവാലത്ത് മിൻ വജ്ഹ് ദൂന വജ്ഹ്. ഒരു രൂപത്തിൽ മാത്രം വലാ പുലർത്തണം. ഒരു വിധത്തിൽ എന്ത് ചെയ്യണം? അവരുടെ ബറാഅ പുലർത്തുകയും വേണം. അങ്ങനെയുള്ള ആളുകൾ വഹും അസ്ഹാബുൽ മആസി ഗൈറുൽ മുകഫിറ. മുകഫിറത്തല്ലാത്ത അഥവാ ചില പാപങ്ങൾ അതുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ല, അങ്ങനെയുള്ള പാപങ്ങളുള്ള ആളുകൾ അവരോട് നമ്മൾ എന്ത് ചെയ്യണം? അവർ മുസ്ലിങ്ങളാണ്, മുസ്ലിമീങ്ങളാണ് എന്നുള്ള നിലയ്ക്ക് അവരോട് സ്നേഹം പുലർത്തണം. അതുപോലെ തന്നെ അടുപ്പം കാണിക്കണം. മറ്റൊരു നിലയ്ക്ക് എന്ത് ചെയ്യണം? അവർ ഈ പാപം ചെയ്യുന്നു, അവർക്ക് വൻപാപങ്ങളുണ്ട് അല്ലെങ്കിൽ വിദാറ്റുകളുണ്ട് എന്നുള്ള നിലയ്ക്ക് അവരോട് എന്ത് ചെയ്യണം? ബറാഅത്ത് പുലർത്തുകയും വേണം. അതെങ്ങനെയാണെന്നതും നമ്മൾ ഈ പണ്ഡിതൻ ശേഖോട് വിശദീകരിക്കുന്നുണ്ട്. ومن حبه مناصحته وامره بالمعروف ونهيه عن المنكر. അവരോട് സ്നേഹം പുലർത്തണം എന്ന് പറഞ്ഞാൽ ബിദ്അത്തുകാരോട് വൻപാപം ചെയ്ത ആളുകളോട് സ്നേഹം കാണിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഉപദേശങ്ങൾ കൊടുക്കുക, അവരെ നന്മ കൽപ്പിക്കുകയും തിന്മ വരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. വമിൻ മുആദാതിഹിം, അവരോട് ശത്രുത പുലർത്തുക എന്ന് പറഞ്ഞാൽ ഹജ്റുഹും, അവരെ വെടിയലാണ്. അവരോട് കൂടെ ഇരിക്കാതിരിക്കല്, കൂടെ കഴിക്കാതിരിക്കല്, ഇങ്ങനെ അവരെ വെടിയലാണ്. പിന്നെ ശ്രേഷ്ഠതയുള്ള ആളുകൾ അവരുടെ മേൽ ജനാസ് നമസ്കരിക്കാതിരിക്കലുമാണ് അവരോടുള്ള ബറാഅത്ത് പുലർത്തൽ. വൻപാപം ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ വിദാറ്റുള്ള ആളുകൾ, അവരോട് ഒരു നിലക്ക് വലാഅത്ത് പുലർത്തേണ്ടതുണ്ട്, മറ്റൊരു നിലക്ക് അവരോട് എന്ത് ചെയ്യേണ്ടതുണ്ട്? ബറാഅത്ത് പുലർത്തുകയും ചെയ്യേണ്ടതുണ്ട്. ബറാഅത്ത് പുലർത്തുക എന്ന് പറഞ്ഞാൽ വിദാറ്റുകാരാണെങ്കിൽ അവരുടെ സംസാരങ്ങൾ, മതപരമായ സംസാരങ്ങൾ കേൾക്കാതിരിക്കുക, അതും ആ സദസ്സുകൾ വെടിയുക. അതുപോലെ തന്നെ വൻപാപമുള്ള ആളുകളാണെങ്കിൽ ശ്രേഷ്ഠത ഉള്ള ആളുകൾ, സമൂഹത്തിൽ വളരെ ശ്രേഷ്ഠതയുള്ള ആളുകൾ, അവർക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ജനാസ നമസ്കരിക്കാൻ പാടില്ല. ഉദാഹരണമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടമുള്ള ആളുകൾ അല്ലെങ്കിൽ കടമുള്ള ആൾക്ക് നമസ്കരിക്കാതിരുന്നു. അത് ഹജ്ജിന്റെ ഒരു രീതിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം നമസ്കരിക്കാതിരുന്നു, ബാക്കിയുള്ളവരോട് എന്ത് ചെയ്തു? നമസ്കരിക്കാൻ വേണ്ടി പറയുകയും ചെയ്തു. അതെന്തിനു വേണ്ടിയാണ്? ആ കാര്യത്തിൽ നിന്ന് ആളുകളെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയാണ്. സമൂഹത്തിൽ ശ്രേഷ്ഠത ഉള്ള ആളുകളെയും നമസ്കരിക്കാതിരിക്കും അത്തരക്കാർക്ക്, ബാക്കിയുള്ളവര് നമസ്കരിക്കുകയും വേണം. പിന്നെ ഇനി കാഫിറുകളോട് വലാഅ് പുലർത്തുന്നതിനെ കുറിച്ചാണ് ഇനി സംസാരിക്കാനുള്ളത്. അതില് വിശദീകരണം നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഈ കാലത്ത്, അടുത്ത കാലത്ത് ഇറാഖിലും അതുപോലെ തന്നെ സിറിയയുടെ ഭാഗങ്ങളുമായിട്ട് ചില കക്ഷികളെ അഥവാ ജിഹാദി കക്ഷികൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഉടലെടുത്തിട്ടുണ്ട്. അവർ മുമ്പേ അവരുടെ മുമ്പേ തന്നെ ഉണ്ട്. അപ്പൊ അടുത്തിടെയായിട്ട് വന്ന ആളുകളാണ് ദാഇഷ്, നുസ്ര, ഇങ്ങനെയുള്ള ചില യുദ്ധം നടക്കുന്ന ജബഹത്തുകളിലുള്ള ആളുകൾ. അവരെന്ത് ചെയ്യുന്നു? മുസ്ലിം ഭരണാധികാരികളെ തക്ഫീർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം രാജ്യങ്ങളെ കാഫിറുകളാക്കി തീർത്തുകൊണ്ട് കുഫ്രിന്റെ രാജ്യങ്ങളാക്കി എന്ത് ചെയ്യുന്നു? ചിത്രീകരിക്കുന്നുണ്ട്. അത് അവിടെയുള്ള ആളുകൾ അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച്
അതിലേക്കുള്ള ദഅവത്ത്, ആളുകളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ശ്രമങ്ങള് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും നടക്കുന്നുണ്ട്. ഇന്ത്യയിലും നടക്കുന്നുണ്ട്, കേരളത്തിലും എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട സംസാര വിഷയം എന്താണ്? ഉദാഹരണമായിട്ട് സൗദി അറേബ്യ എന്ന രാജ്യം, അത് മുസ്ലിം രാജ്യമല്ല. അവിടുത്തെ ഹുക്കൂമത്ത് ഇസ്ലാമിക ഹുക്കൂമത്ത് അല്ല എന്നാണ് അവർ പറയുന്നത്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? അതിന് ചില കാരണങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് അവർ പറയുന്നത് സൗദി അറേബ്യ ഇറാഖിനെതിരെ യുദ്ധം നടത്തിയിട്ടുണ്ട്. ആ സമയത്ത് ആരോട് സഹായം സ്വീകരിച്ചു? അമേരിക്കയുടെ സഹായം സ്വീകരിച്ചു. അതുപോലെ തന്നെ അവർ പ്രചരിപ്പിക്കുന്നതാണ്, അത് യാഥാർത്ഥ്യമല്ല, അഫ്ഗാനിസ്ഥാനോട് നടത്തിയിട്ടുള്ള യുദ്ധത്തില് കാഫറുകളോട് ആരും സഹായിച്ചിട്ടുണ്ട്, സൗദി അറേബ്യ സഹായിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ സഹായം എന്താണ്? കാഫറുകളെ സഹായിക്കാൻ പാടില്ല എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അത് അവരോടുള്ള എന്താണ്? വല ആണ്. കാഫറുകളും വല പുലർത്തിയാൽ എന്തായിരിക്കും? ഫഇന്നഹും മിൻഹും, അല്ലെങ്കിൽ ഫഇന്നഹും മിൻഹും, അവരിൽ പെടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാഫറുകളിൽ പെട്ടുപോകുമെന്ന് ഖുർആനിൽ വന്നിട്ടുണ്ട്. ആ അടിസ്ഥാനത്തില് സൗദി അറേബ്യയുടെ ഭരണകൂടം എന്തായിട്ടുണ്ട്? ഇസ്ലാമിന്റെ ഭരണകൂടമല്ല ഇപ്പോൾ, പിന്നെ കുഫറിന്റെ ഭരണകൂടമാണെന്ന് അവർ പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ നമുക്ക് ഉണ്ടാകണം. എപ്പോഴാണ് കാഫറുകളോട് പുലർത്തുന്ന അടുപ്പവും സ്നേഹവും സഹായവും കുഫറിലേക്ക് എത്തിക്കുന്നത്? അതല്ലാതെ കുഫറിലേക്ക് എത്താതിരിക്കുന്നത് എപ്പോഴാണ്? വെറും മഅസിയത്ത് മാത്രമായി തീരുന്നത് എപ്പോഴാണ്? ജായിസായി തീരുന്നത് എപ്പോഴാണ്? ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലൊന്നാമത്തത് കാഫറുകളോട് പുലർത്തുന്ന സ്നേഹം, അതുപോലെ തന്നെ അടുപ്പവും സഹായവും ഒക്കെ കുഫറായി തീരുന്നതിന്റെ നിബന്ധന അൻ തകൂന മഹബ്ബതൻ വനുസ്റ മിൻ അജ്ലി കുഫാരി മിൻ അജ്ലി ദീനിൽ കുഫാരി വഅഖീദതിഹിം. കാഫറുകളോട് അവരുടെ ദീനിന്റെ പേരിൽ, ദീനിനു വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുക? സഹായിക്കുക. അതുപോലെ തന്നെ അതിന്റെ പേരിൽ അവരെ സഹായിക്കുകയും അവരോട് അടുപ്പം പുലർത്തുകയും ചെയ്യുക, അവരുടെ അഖീദയുടെ പേരിൽ. എങ്കിൽ അതെന്തായി തീരും? ആ വല എന്നുള്ളത് ഇസ്ലാം, അത് പുലർത്തിയ ഒരാള് ഇസ്ലാമിന് പുറത്തു പോകും. എന്നാൽ മറ്റൊരു തരത്തിലുണ്ട്, ഇനിയും വിശദീകരണങ്ങളുണ്ട്. ഇനി കുഫറിൽ എത്താത്ത വല ഉണ്ട്. കാഫറുകളോട് പുലർത്തുന്ന സഹായവും അവരോടുള്ള സ്നേഹബന്ധവും അടുപ്പം പുലർത്തുന്ന സഹായവും ഒക്കെ കുഫറിൽ എത്താത്ത ഒരു തെറ്റുമുണ്ട്. അതിനെ കുറിച്ച് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. എപ്പോഴാണ് കുഫറിലേക്ക് എത്തുന്നത് നമ്മൾ മനസ്സിലാക്കി? എപ്പോഴാണ്? അവരുടെ ദീനിന്റെ പേരിൽ അവരോട് എന്ത് ചെയ്യുക? അടുപ്പം പുലർത്തുക. അതുപോലെ തന്നെ അവരുടെ അഖീദയുടെ പേരിൽ, അതല്ലാത്ത കാര്യങ്ങളുടെ പേരിൽ അവരോട് അടുപ്പം പുലർത്തുന്നത്, വല പുലർത്തുന്നത് ഒരാളെ എന്ത് ചെയ്യില്ല? ഇസ്ലാമിന് പുറത്തേക്ക് നയിക്കുകയില്ല. ചിലപ്പോൾ അനുവദനീയായിരിക്കും കുഫാറുകളോട് പുലർത്തുന്ന വല. ഉദാഹരണമായിട്ട് നമ്മോട് യുദ്ധം ചെയ്യാത്ത കാഫറുകളോട് അവർക്ക് നന്മ ചെയ്യുക എന്നുള്ളത് അത് നമുക്ക് അനുവദിച്ച കാര്യമാണ്. അവർക്ക് നന്മ ചെയ്യുക എന്നുള്ളത് എന്താണ്? വലയിൽപ്പെട്ടതാണ്. പക്ഷെ ആ വല എന്താണ്? അനുവദനീയമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം. ദീനിന്റെ പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത, നിങ്ങളുടെ നാടുകളിൽ നിന്ന് വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാത്ത ആളുകൾക്ക് ബിർറ് ചെയ്യുന്നത്, പുണ്യം ചെയ്യുന്നതിന് അവരോട് നീതി പുലർത്തുന്നത് ചെയ്യുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ വിലക്കുന്നില്ല എന്ന് പറഞ്ഞു. അഥവാ അത് അനുവദനീയമാണ്.
അതുപോലെ തന്നെ ചില സന്ദർഭത്തിൽ അത് മുസ്തഹബായി തീരും. കാഫറുകളോടുള്ള വല മുസ്തഹബായി തീരുന്ന സ്ഥലങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് കാഫറുകൾക്ക് നന്മ ചെയ്യാൻ, അതുപോലെ തന്നെ കാഫറുകൾക്ക് നന്മ ചെയ്യല് എന്തിനു വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നല്ല നിലക്ക് വർത്തിക്കല്, ഇസ്ലാമിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇസ്ലാമിലേക്ക് ഇണക്കമുണ്ടാക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി ചിലപ്പോൾ കാഫറുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, യുദ്ധം മുതൽ തന്നെ ചെയ്തിട്ടുണ്ട് അവർക്ക് കൊടുത്തതായിട്ട് നമുക്ക് ഹദീസുകൾ കാണാം. ബുഖാരി മുസ്ലിമിലൊക്കെ വിശദീകരിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളത് ഇസ്തിഗ്ലാഫിന് വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അവരോട് വലാഹ പുലർത്തുക എന്നുള്ളത് എന്താണ്, അനുവദനീയമാണ് എന്ന് മാത്രമല്ല അത് മുസ്തഹബാണ്, പുണ്യകരമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ചില സമയത്ത് വാജിബായി തീർന്ന ചില സന്ദർഭങ്ങളുണ്ട്. കാഫറുകളാണെങ്കിൽ പോലും അവരോട് അടുപ്പം പുലർത്തലും അവർക്ക് സഹായിക്കലും നന്മ ചെയ്യലും നിർബന്ധമായി തീരുന്ന സന്ദർഭങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് കാഫറുകളായിട്ടുള്ള മാതാപിതാക്കൾക്ക്, അല്ലെങ്കിൽ കാഫറായിട്ടുള്ള ഒരു പിതാവിന്, അല്ലെങ്കിൽ കാഫറായിട്ടുള്ള ഒരു മാതാവിന് പുണ്യം ചെയ്യുക എന്നുള്ളത് അതെന്താണ്, നിർബന്ധമാണ്. കാഫറാണെങ്കിൽ പോലും, അവർ കാഫറുകളാണെങ്കിൽ പോലും അവരുടെ ആ സമയത്ത് ആ തരത്തിലുള്ള വലാ എന്താണ്, നിർബന്ധമാണ്. ഇനി ഹറാമായി തീരുന്നതുണ്ട്. ഹറാമായി തീരുന്ന വല ഉണ്ട്. ഉദാഹരണമായിട്ട് കാഫറുകളുടെ അവർക്ക് മാത്രമായിട്ടുള്ള, അവർക്ക് പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ വസ്ത്രങ്ങളില്, അതുപോലെ തന്നെ അങ്ങനെ കാഫറുകളുടെ മവാഹിറുകളിൽ അവർക്ക് പ്രത്യേകമായിട്ടുള്ള മവാഹിറുകളിൽ, പ്രകടന രൂപങ്ങളിൽ അവരോട് സാദൃശ്യം പുലർത്തുക എന്നുള്ളത് എന്താണ്, ഹറാമാണ്. ഉദാഹരണമായിട്ട് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞത് പ്രകടന രൂപങ്ങളിൽ, വസ്ത്രങ്ങളിൽ, കാഫറുകളുടെ പ്രത്യേകമായ വസ്ത്രങ്ങളിൽ അവരോട് സാദൃശ്യം പുലർത്തുക എന്ത് ചെയ്യും, അത് ഹറാമായി തീരും. അപ്പൊ ഇങ്ങനെ വല ബറാഅ എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള തഫ്സീലുകളുണ്ട്. കാഫറുകളോടുള്ള വല പുലർത്തല് ചിലത് കുഫറിലേക്ക് എത്തിക്കുന്നത് ഏതാണെന്ന് നമ്മൾ ചെയ്തു കൃത്യമായി മനസ്സിലാക്കി. അവരുടെ ദീനിന്റെ പേരിൽ അവരോട് ചെയ്യാൻ സ്നേഹം പുലർത്തുക, അടുപ്പം പുലർത്തുക, സഹായിക്കുക എന്നുള്ളത്. അതല്ലാത്തതിന് അത് ജാഹിദായതുണ്ട്, മുസ്തഹബായതുണ്ട്, വാജിബായിട്ടുള്ളതുണ്ട്. പിന്നെ മക്റൂഹായതും ഹറാമായതുണ്ട്. മക്റൂഹായത് ഉദാഹരണമായിട്ട് ഇസ്തിഖ്ദാമുൽ ഖാദിം അൽ കാഫിർ മഅ വജൂദിൽ മുസ്ലിം യുഗ്നി അൻഹു, കാഫിറായിട്ടുള്ള ഒരു സേവകനെ സ്വീകരിക്കല്. കാഫിറായിട്ടുള്ള സേവകന്മാരെ നമ്മൾ എന്ത് ചെയ്യല്, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ കടയിലോ അതുപോലെ തന്നെ വീടുകളിലോ ഒക്കെ വെക്കുക എന്നുള്ളത് മുസ്ലിങ്ങളെ ലഭ്യമാകുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ ലഭ്യമാകുന്ന അവസരത്തിൽ തന്നെ നമ്മൾ അവരെ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യാം, കാഫറുകളെ എന്തെങ്കിലും എടുക്കല്, ഖാദിമുകളാക്കിയൊക്കെ സ്വീകരിക്കുക എന്നുള്ളത് മക്റൂഹാണ്. ആ വിഷയത്തില് ഇൻഷാ അല്ലാഹ് നാളെ എന്ത് ചെയ്യുന്നത്, ഞാൻ ഈ വിഷയത്തിന്റെ വലാഹിന്റെ മവാഹിറുകള്, വലാഹിന്റെ പ്രകടന രൂപങ്ങള്, കാഫറുകളോടുള്ള വലാഹെ നമ്മൾ പുലർത്തുന്നുണ്ട്, അല്ലെങ്കിൽ ബറാഅത്തിൽ നമുക്ക് ضعഫുണ്ട്, ദൗർബല്യമുണ്ട് എന്നുള്ളതിന്റെ പ്രകടന രൂപങ്ങളെ കുറിച്ച് ഇൻഷാ അല്ലാഹ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുഅ്മിനുകളോടുള്ള വലാഹിന്റെ ദൗർബല്യത്തെ കുറിച്ച്, അതിന്റെ പ്രകടന രൂപങ്ങളെ കുറിച്ചും ഇൻഷാ അല്ലാഹ് നാളെ സംസാരിക്കാം. അപ്പോൾ കാഫിറുകളെ അവരുടെ ദീനിന്റെ പേരിൽ അല്ലാതെ സ്നേഹിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരാൾ എന്ത് ചെയ്യില്ല, ഇസ്ലാമിന് പുറത്തു പോക്കുകയില്ല.
ജായിസാകുന്ന പല സന്ദർഭങ്ങളുമുണ്ട്. ഉദാഹരണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, അൽയൗമ ഉഹില്ല ലക്കും അത്വയ്യിബാത്ത്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വിശിഷ്ടമായിട്ടുള്ള വിശുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അനുവദിച്ചു തന്നിട്ടുണ്ട്, ഹലാലാക്കി തന്നിട്ടുണ്ട്. വതആമുൽ ലദീന ഊതുൽ കിതാബ ഹല്ലു ലക്കും, വേദക്കാരുടെ ഭക്ഷണം, അവർ അറുത്ത കാര്യം ഭക്ഷണം എന്താണ് നിങ്ങൾക്ക് അനുവദനീയമാണ്. വതആമുക്കും ഹല്ലു ലഹും, നിങ്ങൾ അറുത്തത് നിങ്ങളുടെ ഭക്ഷണം അവർക്ക് എന്താണ് അനുവദനീയമാണ്. വൽമുഹ്സനാതു മിനല്ലദീന മിനൽ മുഅ്മിനീന വൽമുഹ്സനാതു മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും ഇദാ ആതൈതുമൂഹുന്ന ഉജൂറഹുന്ന മുഹ്സിനീന ഗൈറ മുസാഫിഹീന വല മുത്തഖിദി അഖ്ദാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഈ ആയത്തിൽ പറഞ്ഞ കാര്യം വേദക്കാരിൽപ്പെട്ട അഹ്ലുൽ കിതാബ് ജൂത ക്രിസ്ത്യാനികളിൽപ്പെട്ട ചാരിത്രശുദ്ധിയുള്ള സ്ത്രീകളെ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അനുവദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ചാരിത്രമുള്ള സ്ത്രീകളെ, ജൂത ക്രിസ്ത്യാനികളിൽപ്പെട്ട സ്ത്രീകൾ, അവർ കാഫിറത്തുകളാണ്. അവരെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ എന്തുണ്ടാകും, സ്നേഹബന്ധം ഉണ്ടാകും. അത് വളരെ എന്താണ് ജിബില്ലിയായ ഒരു സംഗതിയാണ്, പ്രകൃതിപരമായ സംഗതിയാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹബന്ധം ഉണ്ടാകുമെന്നുള്ളത്. അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചു. ആ വിവാഹത്തെ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കൂടെ എന്തിനേയും അനുവദിച്ചിട്ടുണ്ട്, ആ സ്നേഹബന്ധത്തെയും ആ പരസ്പര സഹായങ്ങളെയും അടുപ്പത്തേക്ക് ചെയ്തിട്ടുണ്ട്, അനുവദിച്ചിട്ടുണ്ട്. അപ്പോ കാഫിറിനോടുള്ള വലാഹി എന്നുള്ളത് മുസ്ലഖായിട്ട് എന്നല്ല, അത് കുഫറിലേക്ക് ഒരാളെ കാഫിറാക്കി തീർക്കുകയില്ല. പക്ഷെ അതിൽ മേൽ പറഞ്ഞ വിശദീകരണം ആവശ്യമാണ്. അതുപോലെ തന്നെ കാഫിറുകൾക്കുള്ള സഹായം അവരുടെ ദീനിന്റെ പേരിൽ, അവരുടെ ദീൻ സംരക്ഷിക്കാൻ വേണ്ടിയാണ്, അവരുടെ ദീനിനോടുള്ള സ്നേഹത്തിന്റെ പേരിലാണ് നമ്മൾ അവരെ സഹായിക്കുന്നതെങ്കിൽ ആ സഹായം എന്തെങ്കിലും അത് കുഫറായിത്തീരും. അല്ലാത്തതിൽ എന്തുണ്ട്, വിശദീകരണമുണ്ട്. ഉദാഹരണമായിട്ട് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ക്രിസ്തിയായിട്ടുള്ള ഒരാൾക്കെതിരില് ബനൂ ഇസ്രായേലിൽപ്പെട്ട, തന്റെ കൗമിൽപ്പെട്ട ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരാളെ എന്ത് ചെയ്തു, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം സഹായിച്ചത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സഹായം മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ നുബുവത്തിന് ശേഷമായിരുന്നു എന്നാണ് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ളത്. അതെന്തല്ല, ആ സഹായം എന്നല്ല, കുഫറല്ല. പറഞ്ഞത് മനസ്സിലായില്ലേ? രണ്ടാളുകൾ തമ്മിൽ എന്ത് ചെയ്തു, പ്രശ്നമായിരുന്ന സമയത്ത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം കണ്ടു ഒരാൾ ക്രിസ്ത്യാണ്, ഫിർഔനിന്റെ കൗമിൽപ്പെട്ടതാണ്, ഒരാൾ ബനൂ ഇസ്രായേലിൽപ്പെട്ടതാണ്. ആ ആളെ എന്ത് ചെയ്തു, ബനൂ ഇസ്രായേലിൽപ്പെട്ട ആള് മൂസയോട് സഹായം തേടി, മൂസയെ സഹായിച്ചു. അങ്ങനെ ക്രിസ്ത്യായ ആളെ ഇടിക്കുകയും അയാൾ മരണപ്പെടുകയും ചെയ്തു. അപ്പൊ ആ സഹായം എന്നുള്ളത് എന്തല്ല, കുഫറായിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കുഫറാണെന്നുള്ളതിനെ കുറിച്ച് എന്ത് ചെയ്തില്ല, പരാമർശിച്ചിട്ടില്ല. കാരണം എന്താണ്, കാഫിറുകൾ അവരെ ദീനിന്റെ പേരിൽ സഹായിക്കുക എന്നുള്ളതാണ് ഉണ്ടായിത്തീരുന്നത്, കുഫറായിത്തീരുന്നത്. കുറച്ചുകൂടെ വിശദീകരണം നമുക്ക് തരുന്നതാണ്, അല്ലെങ്കിൽ വ്യക്തമാക്കി തരുന്നതാണ് ഹാഫിദ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം. അതിനെ വായിക്കാം. عن عبيد الله ابن ابي رافع قال سمعت عليا رضي الله عنه يقول, علي رضي الله عنه روايه ചെയ്യുന്നത്, بعثني അദ്ദേഹം علي رضي الله عنه പറഞ്ഞു, بعثني رسول الله صلى الله عليه وسلم انا والزبير والمقداد ابن الاسود قال انطلقوا حتى تأتوا روضة خاء. رسول الله صلى الله عليه وسلم എന്നെയും അതുപോലെ തന്നെ സുബൈർ റളിയല്ലാഹു അൻഹു, മിഖ്ദാദ് റളിയല്ലാഹു അൻഹു, ഈ മൂന്ന് സഹാബിമാരെ ഒരു സ്ഥലത്തേക്ക് അയച്ചു. അലി റളിയല്ലാഹു അൻഹുവിനെയും സുബൈർ, മിഖ്ദാദ് റളിയല്ലാഹു അൻഹു അജ്മഈൻ അവരെ അയച്ചു.
എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളവിടുന്ന് പുറപ്പെട്ടു കൊള്ളുക, പോയിക്കൊള്ളുക. എവിടെ എത്തണം നിങ്ങള്? അതൊരു സ്ഥലമാണ്, മക്കൾക്കും മദീനക്കും ഇടയിലുള്ള ഒരു സ്ഥലമാണ്. അവിടെ നിങ്ങൾ എത്തണം. പോയിട്ട് അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ചെന്നെത്തണം. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു സ്ത്രീ ഉണ്ടാകും. അവളുടെ അടുക്കൽ ഒരു കത്തുണ്ടാകും. ആ കത്ത്, ആ ഒരു എഴുത്ത് നിങ്ങൾ അവളിൽ നിന്ന് എന്ത് ചെയ്യണം? വാങ്ങിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ 3 സഹാബികളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചു. تعاد بنا خيلنا حتى انتهينا إلى الروضة فإذا نحن بالضعينة. അങ്ങനെ ഞങ്ങള് കുതിരപ്പുറത്ത് യാത്ര ചെയ്ത് ഓരോ സ്ഥലങ്ങളും താണ്ടി കിടന്ന് അവിടെ എത്തി. റൗദത്തു എന്ന സ്ഥലത്തെത്തി. നോക്കുമ്പോ അവിടെ ആരുണ്ട്? ഈ റസൂലുള്ളാഹി വിശേഷിപ്പിച്ചിട്ടുള്ള സ്ത്രീ ഉണ്ട്. ഞങ്ങൾ പറഞ്ഞു, ആ സ്ത്രീയോട് പറഞ്ഞു, നീ നിന്റെ അടുക്കലുള്ള എഴുത്ത്, ആ കത്ത് നീ പുറത്തെടുക്കുക. എന്റെ അടുക്കലൊരു എഴുത്തുമില്ല, ഒരു കത്തുമില്ല എന്ന് ആ സ്ത്രീ പറഞ്ഞു. നീ ആ എഴുത്ത് പുറത്തെടുക്കുക, അല്ലെങ്കിൽ നിന്റെ വസ്ത്രം ഞങ്ങൾ എന്ത് ചെയ്യും? താഴെ ഇടും, അല്ലെങ്കിൽ വസ്ത്രം ഉരിച്ചു കളയുമെന്ന് പറഞ്ഞു. അതിന് ആ സ്ത്രീ അവളുടെ മുടിക്കെട്ടിൽ നിന്ന് ആ കത്ത് പുറത്തേക്ക് എടുത്തു. فأتينا به رسول الله صلى الله عليه وسلم فإذا فيه من حاطب ابن أبي بلتع من أناس من المشركين من أهل مكة يخبرهم ببعض أمر رسول الله صلى الله عليه وسلم. അങ്ങനെ റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് എത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് തുറന്നു നോക്കിയപ്പോൾ അതിലുള്ള കാര്യം എന്താണ്? ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ എന്ന സഹാബിയാണ് കത്തയച്ചിട്ടുള്ളത്. മുശ്രിക്കുകളിൽപ്പെട്ട മക്കയിലുള്ള ആളുകൾക്കാണ് കത്തയച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ കാര്യങ്ങളിൽ നിന്ന് ചിലത് എഴുതിക്കൊണ്ട് അവരെ അറിയിച്ചുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. അറിയിക്കാൻ വേണ്ടിയാണ് ഈ കത്തയച്ചിട്ടുള്ളത്. റസൂലുള്ളാഹിയുടെ ചില രഹസ്യങ്ങൾ, രഹസ്യ വിവരങ്ങള് ഹാത്തിബ് എന്ന സഹാബി മുശ്രിക്കുകൾക്ക് അറിയിക്കുകയാണ്. ഇവിടെ മുശ്രിക്കുകൾ എന്ത് ചെയ്യാനാണ്? സഹായിക്കലാണിത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. فقال رسول الله صلى الله عليه وسلم يا حاطب ما هذا؟ حاطب എന്താ ഇത് എന്ന് ചോദിച്ചു. قال يا رسول الله لا تعجل علي فإني كنت امرأ ملصقا في قريش ولم أكن من أنفسها. അള്ളാഹുവിന്റെ റസൂൽ, എന്റെ കാര്യത്തിൽ താങ്കൾ തൃപ്തിപ്പെടരുത്. ഞാൻ ഖുറൈശികളിൽ പെട്ട ആളല്ല, മറിച്ച് ഖുറൈശികളിലേക്ക് വന്നു ചേർന്ന ഒരാളാണ്, പുറത്തു നിന്ന് വന്നു ചേർന്ന ഒരാളാണ്. وكان من معك من المهاجرين لهم قرابات بمكة يحمون بها أهليهم وأموالهم. താങ്കളുടെ അടുക്കലുള്ള മുഹാജിറുകൾ ഉണ്ടല്ലോ, അവർക്ക് മക്കയില് അവരുടെ കുടുംബക്കാരുണ്ട്. ആ കുടുംബക്കാരെന്ത് ചെയ്യും? അവരുടെ സമ്പത്തും അവരുടെ സ്വന്തക്കാരെയും എന്ത് ചെയ്യും? സംരക്ഷിച്ചുകൊള്ളും. മക്കയിലുള്ള മുശ്രിക്കുകളായിട്ടുള്ള കുടുംബക്കാരെ അവരുടെ സമ്പത്തുകളും അവരുടെ കാര്യങ്ങളും എന്ത് ചെയ്യും? സംരക്ഷിക്കും. എന്നാൽ ഹാത്തിബ് എങ്ങനെയാണ്? ഖുറൈശിയായിട്ടുള്ള ആളല്ല, മറിച്ച് പുറത്തു നിന്ന് വന്ന ഒരാളാണ്. സ്വന്തം കുടുംബക്കാരൊന്നും എവിടെയില്ല, മക്കയിലില്ല. فأحببت إذ فاتني ذلك من النسب فيهم أن أتخذ عندهم يدا يحمون بها قرابتي وما فعلت كفرا ولا ارتدادا ولا رضا بالكفر بعد الإسلام. അപ്പോൾ എനിക്ക് കുടുംബപരമായിട്ടുള്ള ഈ കാര്യം, കുടുംബപരമായിട്ട് എനിക്ക് ആരും അവിടെ ഇല്ല സഹായിക്കാൻ വേണ്ടി. അതെനിക്ക് നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ അവിടെ ഒരു ഹാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ, മുശ്രിക്കുകളുടെ അടുക്കല്, ചില ആളുകളുടെ അടുക്കല് എനിക്കൊരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ വീണു പരിശ്രമിച്ചത് മാത്രമാണ്. എന്റെ സ്വന്തം കുടുംബക്കാരെ യഹ്മൂന ബിഹാ ഖറാബതി, എന്റെ കുടുംബക്കാരെ
സംരക്ഷിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്വന്തം പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തതാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം കുടുംബക്കാരില്ല അവിടെ. അങ്ങനെ അവിടെ ഒരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? റസൂലുള്ളാഹിയുടെ രഹസ്യ വിവരങ്ങൾ അങ്ങോട്ട് അയച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്, അറിയിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതൊരു കുഫ്റായിട്ട് ഞാൻ ചെയ്തതല്ല, അതുപോലെ തന്നെ മതത്തിൽ നിന്ന് മടങ്ങുക എന്നുള്ള അർത്ഥത്തിൽ ഞാൻ ചെയ്തതല്ല, അതുപോലെ തന്നെ ഇസ്ലാമിന് ശേഷം കുഫ്റെ തൃപ്തിപ്പെട്ടുകൊണ്ട് ഞാൻ ചെയ്തതല്ല, മറിച്ച് ഈ ഒരു കാര്യം ലഭിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പറഞ്ഞു. فقال رسول الله صلى الله عليه وسلم لقد صدقكم. സഹാബത്തിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാഫിദ് പറഞ്ഞിട്ടുള്ളത് സത്യമാണ്, നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് സത്യമാണ്. قال عمر يا رسول الله دعني اضرب عنق هذا المنافق. ഉമർ റളിയല്ലാഹു അൻഹു ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്നെ വിട്ടേക്കൂ, ഞാൻ ഈ മുനാഫിഖിന്റെ കഴുത്ത് വെട്ടാമെന്ന് പറഞ്ഞു. മുനാഫിഖല്ല, ആ ചെയ്തിട്ടുള്ളത് കുഫറുമല്ല, പക്ഷേ കുഫർ ആകാൻ സാധ്യതയുള്ളതാണ്, കുഫർ അല്ലാതിരിക്കാനും സാധ്യതയുള്ളതാണ്. അപ്പോ ഒന്നാമത്തെ സാധ്യത വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ആ വിധത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത് മുനാഫിഖ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളത് രണ്ട് സാധ്യതയുള്ള ഈ കാര്യം, കാഫിറുകളെ സഹായിക്കുക എന്നുള്ളത് എല്ലാ തരത്തിലും എന്നല്ല, കുഫറല്ല, മറിച്ച് അതിലെന്തുണ്ട്? വിശദീകരണമുണ്ട്. ആ തരത്തിൽ അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാഫിദിന്റെ അടുക്കൽ നിന്ന് വിശദീകരണം ആവശ്യപ്പെട്ടു, എന്ന് ചോദിച്ചു. അല്ലാതെ ഒന്നും കേൾക്കാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാഫിറാണ്, നീ ചെയ്തിട്ടുള്ളത് കുഫറാണെന്ന് നേരെ പറഞ്ഞിട്ടില്ല. എന്നാൽ ചില സന്ദർഭത്തിൽ അങ്ങനെ പറഞ്ഞതുമുണ്ട്. ഉദാഹരണമായിട്ട് സഹാബികളിൽ ചിലർ, അല്ലെങ്കിൽ മുസ്ലിമീങ്ങളുടെ കൂടെ യുദ്ധം ചെയ്തിട്ടുള്ള ചില ആളുകൾ മുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകളെ പരിഹസിച്ചു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെന്ത് ചെയ്തു? അവര് ഇഅ്തിദാറുമായിട്ട്, ഒഴിവ് കഴിവുമായിട്ട് വന്നു. ഞങ്ങൾ ഇസ്ലാമിനോടുള്ള മുസ്ലിമീങ്ങളോട് ദേഷ്യം കൊണ്ടോ കുഫറിനോടുള്ള താല്പര്യം കൊണ്ടല്ല എന്ത് ചെയ്തിട്ടുള്ളത്, മുസ്ലിമീങ്ങളെ കളിയാക്കിയിട്ടുള്ളത്. ഈ സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. തബൂക്ക് യുദ്ധത്തിന്റെ സമയത്ത് ചില മുസ്ലിമീങ്ങളുടെ ഭാഗത്ത് യുദ്ധം ചെയ്ത ആളുകൾ പറഞ്ഞത്, മുസ്ലിമീങ്ങളെ കുറിച്ച് ഇവരെക്കാൾ യുദ്ധത്തിൽ പേടിയുള്ള ആളുകൾ ഞങ്ങൾ കണ്ടിട്ടില്ല, അതുപോലെ തന്നെ തീറ്റക്കൊടിയന്മാരായ ആളുകളെ ഞങ്ങൾ കണ്ടിട്ടില്ല, അതുപോലെ തന്നെ നാവ് വലാഖിത ബാലിച്ചില്ല, ഏറ്റവും കളവ് പറയുന്ന ആളുകളെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സഹാബികളെ കളിയാക്കി ഒരു വിഭാഗം ആളുകൾ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കാര്യത്തിൽ ആയത്തിറക്കി, അവർ കാഫിറുകളാണുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തുൽ തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി. അപ്പോൾ ആ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് ഒഴിവ് കഴിവ് പറയാൻ വേണ്ടി വന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. മറിച്ച് അവരോട് പറഞ്ഞില്ല, നിങ്ങൾ എങ്ങനെ ഒഴിവ് കഴിവൊന്നും പറയേണ്ടതില്ല, എക്സ്ക്യൂസ് ഒന്നും പറയേണ്ടതില്ല, നിങ്ങൾ വിശ്വസിച്ചതിന് ശേഷം നിങ്ങൾ എന്തായി പോയിട്ടുണ്ട്? കാഫിറുകളായി പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. കാരണം എന്താണ്? ഇസ്തിഹ്സ എന്നുള്ളത്, ദീന് കൊണ്ട് പരിഹസിക്കുക എന്നുള്ളത് കുഫറാണ്. അതിന് വേറെ വിശദീകരണങ്ങളൊന്നുമില്ല. കുഫറാകാത്തത്, കുഫറാകുന്നത്, ഇങ്ങനെയുള്ള വിശദീകരണങ്ങൾ ഇല്ല. എന്നാൽ സഹായിക്കുക, സ്നേഹിക്കുക എന്നുള്ളതിൽ എന്തുണ്ട്? വിശദീകരണമുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളത്, ഹാഫിദിന്റെ അടുക്കലിൽ നിന്ന് വിശദീകരണം തേടിയിട്ടുള്ളത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു ഖദ് ഷഹദ ബദർ. ഹാഫിദ് റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളാണ്. വമാ യുദ്രീക ലഅല്ല അല്ലാഹ അൻ യകൂന ഖദ് ത്വലഅ അലാ അഹ്ലി ബദർ. നിനക്ക് എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമാ യുദ്രീക ലഅല്ല അല്ലാഹ അൻ യകൂന ത്വലഅ അലാ അഹ്ലി ബദർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിൽ പങ്കെടുത്ത ആളുകളെ നോക്കിയിട്ടുണ്ടാകും
എന്നിട്ട് അവരോട് പറയുകയും ചെയ്തിട്ടുണ്ടാകും, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിച്ചു കൊള്ളുക, ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാകാം എന്നുള്ളത് എന്ന കാര്യം ചെയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഈ വിഷയത്തില്, ഈ ഒരു സംഭവത്തില് ഒരുപാട് മസായിലുകളുണ്ട്, അല്ലെങ്കിൽ ഗുണപാഠങ്ങളുണ്ട് ഈ ഹാഫിദുബ്നു അബീ ബൽതഅയുടെ കാര്യത്തില്. ഒന്നാമത്തത്, കുഫറിന്റെ വാക്ക് പറഞ്ഞവരാണ്. من فعل فيه أن من جاء بقول أو فعل يحتمل الكفر وغيره لا يحكم عليه بالكفر حتى يستفصل منه ويستظهر عن حاله. ഒരാൾ കുഫറാകാനും അല്ലാതിരിക്കാനും സാധ്യതയുള്ള ഒരു വാക്കുമായിട്ടോ പ്രവൃത്തിയുമായിട്ടോ വന്നു കഴിഞ്ഞാൽ അയാൾ കാഫിറാണെന്ന് നേരെ ഒറ്റയടിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വിധിക്കാൻ പാടില്ല. മറിച്ച് എന്ത് ചെയ്യേണ്ടതുണ്ട്, അയാൾക്ക് വിശദീകരണം തേടേണ്ടതുണ്ട്. അയാളത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് അയാളോട് എന്ത് ചെയ്യേണ്ടതുണ്ട്, വിശദീകരണം തേടേണ്ടതുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാഫിദിനോട് വിശദീകരണം തേടി. എന്നാൽ ചിലതുണ്ടാകും കുഫ്ർ ആകുന്ന കാര്യം അത് തനിച്ച കുഫ്റായിരിക്കും, വേറെ ഒന്നിനെയും അത് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, സാധ്യതയില്ലാത്ത കാര്യങ്ങൾ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അൽ-ഇസ്തിഹ്സാഉ ബിദ്ദീൻ. അതിലെന്തില്ല, അങ്ങനെയുള്ള കാര്യങ്ങളിൽ വിശദീകരണം തേടേണ്ടതില്ല. പിന്നെ രണ്ടാമത്തെ ഫായിദ, കാഫിറുകളോടുള്ള സഹായം, അവർക്ക് സഹായം ചെയ്യുക എന്നുള്ളത് എല്ലാ അവസരത്തിലും വലിയ കുഫ്റാകുകയില്ല. കുഫ്ർ ഇസ്ലാമിൽ നിന്നും ഒരാൾ എന്ത് ചെയ്യില്ല, പുറത്തു കിടക്കുകയില്ല. കാരണം ഈ സംഭവത്തില് ഹാഫിദ് ഇബ്നു അബീ ബൽതഅയുടെ സംഭവത്തില് ഹാഫിദ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തിട്ടുണ്ട്, കാഫിറുകളെ സഹായിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ വിവരങ്ങളെ അറിയിച്ചു കൊടുത്തിട്ടാണ് സഹായിച്ചിട്ടുള്ളത്. പിന്നീട് فيه أنه لو اعتذر من فعل مثل هذا الفعل بأمر لا يرجع إلى حب الكفار ودينهم واعتقادهم ولا إلى رغبة في انتصار دينهم واعتقادهم أنه يقبل منهم. ഹാഫിദ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹു ചെയ്തതുപോലെ അതിന് സമാനമായ ഒരു കാര്യം ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ എന്നിട്ട് അയാൾ അതിൽ നിന്ന് എക്സ്ക്യൂസ് പറയാൻ, ഒഴിവുകഴിവ് പറയാൻ, അയാൾ സഹായിച്ചിട്ടുള്ളത് അവരുടെ ദീനിനോടുള്ള സ്നേഹത്തിന്റെ പേരിലല്ല, അതുപോലെ തന്നെ അവരുടെ ദീനിനെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ല എന്നൊരാൾ പറയുകയാണെങ്കിൽ അത് അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടണം. കാരണം എന്താണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വീകരിച്ചു. ഹാഫിദ് ഇബ്നു അബീ ബൽതഅ പറഞ്ഞിട്ടുള്ള കാര്യം സ്വീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളോട് പറഞ്ഞ കാര്യം സത്യമാണെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഒരു ചോദ്യം ഉന്നയിക്കപ്പെടും. ഹാഫിദ് ഇബ്നു അബീ ബൽതഅ ചെയ്ത കാര്യം അത് ഈ തരത്തിലാണെന്ന് അദ്ദേഹം പറഞ്ഞു, വിശദീകരിച്ചു. അത് സത്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് വഹീന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് എന്ത് ചെയ്യും, ചോദിക്കപ്പെടും. എന്നാൽ ഇന്ന് നമ്മൾ ഈ സമാനമായ രൂപത്തിൽ ആരെങ്കിലും ചെയ്താൽ അത് ഈ തരത്തിൽ തന്നെ ആയിരിക്കുമോ, അത് സത്യസന്ധമാണോ എന്നുള്ളത് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും എന്നുള്ളത് ചോദിക്കപ്പെടും. അപ്പോ ഹാഫിദ് ഇബ്നു അബീ ബൽതഅയുടെ സംഭവം അദ്ദേഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീ എന്ന അടിസ്ഥാനത്തിലാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ലഖദ് സദഖക്കും, നിങ്ങളോട് പറഞ്ഞത് സത്യമാണ്, നിങ്ങളോട് സത്യസന്ധതയാണ്, സത്യം പുലർത്തിയിട്ടുള്ളത് പറഞ്ഞിട്ട്.
എന്നാൽ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ നമുക്ക് എന്താണ് വിധി? അൽ ഹുക്മു അലല്ലാഹ്. പ്രകടമായിട്ടുള്ള കാര്യത്തിലാണ് നമ്മൾ വിധിക്കേണ്ടത്. ഒരാൾ പറയണം ഞാൻ ഇങ്ങനെയാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനാണ് എന്ത് ചെയ്യേണ്ടത്? വിധിക്കേണ്ടത്. ബാക്കിയുള്ള കാര്യങ്ങൾ ആരുടെ അടുക്കലാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അടുക്കലാണ്. ഉദാഹരണമായിട്ട് ഉസാമത്ത് ഇബ്നു സയ്യിദിന്റെ സംഭവം. ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളെ കൊന്നു. എന്തിനു വേണ്ടിയിട്ടാണ് കൊന്നിട്ടുള്ളത്? അയാളത് പറഞ്ഞിട്ടുണ്ടാവുക രക്ഷപ്പെടാൻ വേണ്ടിയാണ് പറഞ്ഞിട്ടുണ്ടാവുക എന്ന് കരുതിയാണ് കൊന്നിട്ടുള്ളത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പേരിൽ അങ്ങേയറ്റം ആരെ ശകാരിച്ചിട്ടുണ്ട്? ഉസാമയെ റളിയല്ലാഹു അൻഹുവിനെ ശകാരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വഖതൽതഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും എന്നിട്ട് നീ കൊല്ലുകയും ചെയ്തോ എന്ന് ചോദിച്ചു. ഖുൽതു യാ റസൂലല്ലാഹ് ഇന്നമാ ഖാലഹാ ഖൗഫൻ മിൻ സിലാഹ്. ആയുധം ഭയന്നിട്ടാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് എന്ന് പറഞ്ഞു. ഖാല അഫലാ ശഖഖത അൻ ഖൽബിഹി ഹത്താ തഅലമ ഖാലഹാ അം ലാ. നീ അവന്റെ ഹൃദയം പിളർത്തി നോക്കിയിട്ടുണ്ടോ? എന്നിട്ട് അത് ആ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് എന്ന് നീ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. فما زال يكررها علي حتى تمنيت اني اسلمت يومئذ. അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നീ അവന്റെ ഹൃദയം പിളർത്തി നോക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അങ്ങനെ ഞാൻ എത്രത്തോളം ആവർത്തിച്ചു. അന്ന് ഇസ്ലാം സ്വീകരിച്ച ആളായ മതിയായിരുന്നു ഞാൻ അന്ന് ഇസ്ലാം സ്വീകരിച്ച ഒരാളായ മതിയായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചു. കാരണം ഇസ്ലാം എന്നുള്ളത് കഴിഞ്ഞുപോയ എല്ലാറ്റിനെയും എന്ത് ചെയ്യാണ്? കുറച്ച് പാപങ്ങളെ കൊടുക്കാൻ കാരണമായി തീരുന്നതാണ്. പിന്നീട് അടുത്ത സംഭവം, ഇതിലൊരു സംശയം ഉന്നയിക്കപ്പെടാനുള്ളത് ഹാഫിദ് ഇബ്നു അബീ ബക്കറിന്റെ സംഭവത്തില് അദ്ദേഹം ബദറിൽ പങ്കെടുത്ത ആളാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ബദറിൽ പങ്കെടുത്ത ആളുകൾക്ക് മാത്രം പ്രത്യേകമായിട്ടുള്ളതാണെന്ന് ചില ആളുകൾ എന്ത് ചെയ്തേക്കാം? സംശയമായിട്ട് ഉന്നയിച്ചേക്കാം. അപ്പൊ അതിനുള്ള മറുപടി എന്താണ്? അതൊരിക്കലും ശരിയല്ല. കാരണം എന്താണ്? ബദറിൽ പങ്കെടുത്ത ആളായിക്കൊള്ളട്ടെ, ബദരി ആയിക്കൊള്ളട്ടെ, അതിന് എത്രയും അപ്പുറം നബി ആകട്ടെ, കുഫർ ചെയ്ത എന്തായി പോയി? എല്ലാ അമലുകളും വാസലായിത്തീരും. അവർക്ക് കുഫറിനെ എക്സ്ക്യൂസ് ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. നീ ശിർക്ക് ചെയ്യുകയാണെങ്കിൽ പോലും നിന്റെ അമൽ എന്തായി പോകും? ബാത്തിലായി പോകും. കുഫറിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ യക്ഫുർ ബിൽ ഈമാനി ഫഖദ് ഹബത അമലുഹു. ആര് ഈമാനിൽ അവിശ്വസിച്ചുവോ അവന്റെ അമലൊക്കെ എന്ത് ചെയ്യും? പൊളിഞ്ഞു പോകും എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഹാഫിദ് ഇബ്നു അബീ ബക്കറിന്റെ കാര്യത്തില് അദ്ദേഹത്തിന്റെ കാര്യത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കിയിട്ടുള്ളത്. സൂറത്ത് മുംതഹിനയിലെ 1-ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദു അദുവ്വി വഅദുവ്വകും ഔലിയാ. മുഅ്മിനീങ്ങളെ, എന്തെയും നിങ്ങളെ ഈ ശത്രുക്കളെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഔലിയാക്കളായിട്ട് നിങ്ങൾ സ്വീകരിക്കരുത്. അവരോട് നിങ്ങൾ ഔലിയാക്കളായി സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ വല പുലർത്തരുത്. അത് അടുപ്പക്കാരായിട്ട്, സഹായികളായിട്ട്, സ്നേഹിതന്മാരായിട്ട് നിങ്ങൾ അവരെ എന്ത് ചെയ്യരുത്? സ്വീകരിക്കരുതെന്ന് പറഞ്ഞു. ഇത് ആരോടാണ് പറഞ്ഞിട്ടുള്ളത്? ഇത് ആരുടെ കാര്യത്തിലായി ആയത്തിറങ്ങിയിട്ടുള്ളത്? ഹാഫിദ് ഇബ്നു അബീ ബക്കറിന്റെ കാര്യത്തിലാണ്. അവിടെ അഭിസംബോധന ചെയ്തിട്ടുള്ളത് യാ അയ്യുഹല്ലദീന ആമനൂ എന്നാണ്. അവിടെ ഈമാൻ ചെയ്തു നിലനിർത്തി, ഈമാൻ എടുത്തും കൊണ്ടാണ് ചെയ്യുന്നത് ഹാഫിദിനോട്, അതുപോലെ തന്നെ മുഅ്മിനുകളോടാണ് ചെയ്യുന്നത് അഭിസംബോധന ചെയ്യുന്നത്. അത് ഹാഫിദാണ് ഒന്നാമതായിട്ട് അതിൽ പ്രവേശിക്കുക. അടുത്ത സംഭവം നേരണ്ടോ?
ഇതിന് സമാനമായിട്ടുള്ള സംഭവമാണ് സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹുവിന് സംഭവിച്ചിട്ടുള്ളത്. അദ്ദേഹം എന്ത് ചെയ്തു? അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ മുനാഫിഖുകളുടെ നേതാവാണ്. അയാൾ എന്ത് ചെയ്തു? സഹായിച്ച സന്ദർഭം അത് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ആ സംഭവത്തില് ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു അവരോട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? അദ്ദേഹം പറഞ്ഞു, കദബ്ത വല്ലാഹി ലാ തഖ്തുലുഹു വലാ തഖ്ദിറു അലാ ഖത്ലിഹി. ഉസൈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ് അദ്ദേഹം, അല്ലാഹുവിന്റെ സത്യം, അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിനെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കൊല്ലാൻ പറ്റുകയില്ല, നീ കൊല്ലുകയില്ല, അതിനൊക്കെ സാധിക്കുകയുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഉസൈദ് തിരിച്ചുമാരോട് പറഞ്ഞു, കദബ്ത ലിഅംറില്ല ലനഖ്തുലന്നഹു ഇന്നമാ അൻത മുനാഫിഖ് തുജാദിലു അനിൽ മുനാഫിഖീൻ. അല്ലാഹുവാണ്, നീ പറഞ്ഞത് കളവാണ്, ഞങ്ങൾ അവനെ കൊല്ലുക തന്നെ ചെയ്യും. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്, മുനാഫിഖുകളുടെ നേതാവ്. അവരാരെ സഹായിച്ചു? ആ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിനെ ആര് സഹായിച്ചു? ഈ സന്ദർഭത്തില് സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു സഹായിച്ചു. അതിനെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, وكان قبل ذلك رجلا صالحا ولكن احتملته الحمية. ഈ ഇഫ്കിന്റെ സംഭവത്തിന് മുമ്പായിട്ട് അദ്ദേഹം ഒരു സാലിഹായിട്ടുള്ള മനുഷ്യരായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ എന്ത് പിടികൂടി? ഹമിയത്ത് പിടികൂടി. സ്വന്തം കബീലയോടുള്ള വംശീയത അത് പിടികൂടി. സ്വന്തം ഗോത്രത്തോടുള്ള ഹമിയത്ത് അദ്ദേഹത്തെ പിടികൂടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ അതിന്റെ പേരിൽ എന്ത് ചെയ്തിട്ടില്ല? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാഫിറായിട്ട് പ്രഖ്യാപിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഇന്നമാ അൻത മുനാഫിഖ് എന്നുള്ളത് അത് നേരത്തെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അത് നിഫാഖാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കാരണം മുനാഫിഖുകളോടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? സഹായിച്ചിട്ടുള്ളത്. ആ അടിസ്ഥാനത്തിലാണ്. അതുപോലെ തന്നെ മാലിക് ഇബ്നു ദുഹ്ശും എന്ന സഹാബത്ത് പറഞ്ഞ കാര്യം മുനാഫിഖാണെന്ന് പറയാനുള്ള കാരണം, മുനാഫിഖുകളെ അദ്ദേഹം സഹായിച്ചു, അവരുടെ അടുപ്പം പുലർത്തി എന്നുള്ളതാണ്. അദ്ദേഹം സഹായിക്കാനുള്ള കാരണം ദീനിന്റെ പേരിലല്ല, മറിച്ച് മറ്റുള്ള കാരണങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത്? സഹായിച്ചിട്ടുള്ളത്. അതൊരിക്കലും എന്തായി തീരുകയില്ല, കുഫറായി തീരുകയില്ല. അപ്പൊ ഈ മേൽ പറഞ്ഞ വിശദീകരണങ്ങളിൽ നിന്ന് ഹാഫിദ് ഇബ്നു അബീ ബൽഖായുടെ സംഭവത്തിൽ നിന്നും അതുപോലെ തന്നെ മേൽ പറഞ്ഞ വിശദീകരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യം, വെറും സഹായം എന്നുള്ളത്, കാഫിറുകളെ സഹായിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ അവരെ സ്നേഹിക്കുക എന്നുള്ളത് എന്തായി തരികയില്ല, ഒറ്റയടിക്ക് കുഫറായി തരികയില്ല. അതിലെന്തുണ്ട്? വിശദീകരണമുണ്ട്. അപ്പൊ സൗദി അറേബ്യ എന്ന രാജ്യം ഈ ഇറാഖിനെതിരെ അമേരിക്കയെ സഹായിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനെ സഹായിച്ചു എന്ന് പറയുന്നത്, അഫ്ഗാനിസ്ഥാനെതിരെ അമേരിക്ക ഒരിക്കലും സഹായിച്ചിട്ടില്ല. അത് വെറും പ്രചരണമാണെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ സഹായിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് എന്തായി തീരുകയില്ല, അത് കുഫറായി തീരുകയില്ല. ഒരു ഭരണകൂടം കാഫിറാണ് എന്നുള്ളത് പ്രഖ്യാപിക്കാൻ അതൊരിക്കലും കാരണമല്ല. അതൊരിക്കലും എന്തല്ല തെളിവായിട്ട് പറയാൻ പറ്റുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനിയും അതിന് വിശദീകരണം ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത ദിവസം ഇൻഷാ അല്ലാഹ് നമുക്ക് അതിന് പറയാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് വലാബറയിലെ പ്രകടന രൂപങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം സംസാരിക്കാം. نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له
وأشهد أن محمدا عبده ورسوله أما بعد. فنسأل الله تبارك وتعالى أن يرزقنا العلم النافع وأن يجنبنا الفتن ما ظهر منها وما بطن. إنه تبارك وتعالى جواد كريم. കഴിഞ്ഞ ദിവസം വലാ ബറാ എന്ന വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഷെയ്ഖ് മുഹമ്മദ് ബാസിമുൽ ഹഫിളഹുല്ലാ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ കാര്യം, ഒന്ന്, ഈ രണ്ട് പദങ്ങളുടെയും ഭാഷയിലുള്ള വിശദീകരണം, എന്താണ് അർത്ഥം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. വലാ എന്നുള്ളത് ഖുർബിനെ, അടുപ്പത്തെ അറിയിക്കുന്നതാണ്. അതുപോലെ സ്നേഹത്തെയും സഹായത്തെയും നുസ്റത്തിനെയും അറിയിക്കുന്നതാണ് വലാ എന്ന പദം. ബറാ എന്നുള്ളത് നേരെ വിപരീതം, ബുഅദിനെ, അകൽച്ചയെയാണ് അത് അറിയിക്കുന്നത്. അതുപോലെ ദേഷ്യത്തെയും ബുഗ്ദിനെയും അതുപോലെ തന്നെ സഹായിക്കായ്മ, അദമുൻ നുസ്റ, അതിനെയും അറിയിക്കുന്ന പദമാണ് ബറാ എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല ഇവ രണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? ഖുർആനിൽ ഈ അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്, ഹദീസുകളിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു. പിന്നെ വലാ ബറാ എന്ന വിഷയത്തിൽ ജനങ്ങൾ 3 തരത്തിലാണ് എന്നുള്ളത് പറഞ്ഞു. ഒരു വിഭാഗത്തോട് പൂർണ്ണമായിട്ടുള്ള വലാ പുലർത്തണം, അവരോട് ബറായിൽ നിന്ന് അല്പം പോലും പാടില്ല എന്നുള്ള ഒരു വിഭാഗമുണ്ട്. രണ്ടാമത്തെ വിഭാഗം പൂർണ്ണമായിട്ടുള്ള ബറാ പുലർത്തേണ്ട ആളുകൾ, അവര് കാഫിറുകളാണ്, അവരിൽ നിന്ന് പൂർണ്ണമായി ബറാഅത്ത് പുലർത്തണം, അല്പം പോലും വലാ അവരോട് പുലർത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ വിഭാഗം ഒരു നിലക്ക് വലാ പുലർത്തുകയും മറ്റൊരു നിലക്ക് ബറാ പുലർത്തുകയും ചെയ്യപ്പെടേണ്ട ഒരു വിഭാഗമുണ്ട്. അത് അസ്ലി ഈമാനുള്ള ആളുകൾ, അവരിൽ നിന്ന് ബിദ്അത്തും അതുപോലെ തന്നെ വൻപാപങ്ങളും ചെയ്യുന്ന ആളുകൾ, അവരോട് അവരുടെ അടുക്കലുള്ള ഈമാനിന്റെ അടിസ്ഥാനത്തിൽ അവരോട് സ്നേഹബന്ധം പുലർത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവരെ സഹായിക്കുകയും അവരോട് ആ നിലക്ക് അടുപ്പം കാണിക്കുകയും ചെയ്യേണ്ടതുണ്ട്. പക്ഷെ അവരുടെ അടുക്കലുള്ള ബിദ്അത്ത് അല്ലെങ്കിൽ അവരുടെ അടുത്തുള്ള വൻപാപം കണക്കിലെടുത്തുകൊണ്ട് അവരോട് അകൽച്ചയും അതിന്റെ പേരിൽ വെറുപ്പും ഒക്കെ പ്രകടിപ്പിക്കേണ്ടതുണ്ട്. ഇതാണ് രണ്ടാമതായിട്ട് ഈ വിഷയത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് കാഫിറുകളോട് വലാ പുലർത്തുക എന്ന് പറഞ്ഞാൽ അതിന് വിശദീകരണമുണ്ട്. അതിൽ കുഫറിലേക്ക് ആയി പോകുന്ന ഒരു വിഭാഗമുണ്ട്. കാഫിറുകളോട് ചില തരത്തിലുള്ള വലാ പുലർത്തി കഴിഞ്ഞാൽ, ചില തരത്തിലുള്ള അടുപ്പവും സ്നേഹവും ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ അത് കുഫറായി തീരും എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് ഏത് തരത്തിലാണ്? കാഫിറുകൾ അവരുടെ ദീനിന്റെ പേരിൽ നമ്മൾ സ്നേഹിക്കുക, അതിന്റെ പേരിൽ അവരോട് അടുപ്പം കാണിക്കുകയും സഹായിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരാളെ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകും. കാഫിറുകളോടുള്ള അത്തരത്തിലുള്ള വലാ എന്താണ്? അത് കുഫറാണ്. അതൊരാൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, അയാൾ കാഫിറുകളുടെ കൂട്ടത്തിൽ തന്നെ പെട്ടുപോകും. പിന്നീട് കുഫറാകാത്ത വലാകളുണ്ട്, അത് പല തരത്തിലുണ്ട്. അത് ഹറാമാകുന്നതുണ്ട്, അതുപോലെ തന്നെ മക്റൂഹാകുന്നതും ജായിസാകുന്നതും മുസ്തഹബാകുന്നതും വാജിബാകുന്നതും ഉണ്ട് എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബാസിമുൽ ഹഫിളഹുല്ലാ പറഞ്ഞ അടിസ്ഥാനത്തില് അതില്
ഹറാമാകുന്നത് കാഫിറുകളുടെ ഖസായിസുകളിൽ അവരുടെ പ്രത്യേകപരമായിട്ടുള്ള അവരുടെ വേഷങ്ങളിലും അവരുടെ ചിഹ്നങ്ങളിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവരോട് സാദൃശ്യം പുലർത്തിയാൽ അത് ഹറാമാണ്. പിന്നീട് മക്രൂഹാകുന്നത് മുസ്ലിമീങ്ങൾ ഉണ്ടായിരിക്കെ കാഫിറുകളിൽ നിന്ന് സഹായികളെ സ്വീകരിക്കുക അല്ലെങ്കിൽ സേവകന്മാരെ സ്വീകരിക്കുക, ഇതൊക്കെയാണ് ഉദാഹരണമായിട്ട് മക്രൂഹായിട്ടുള്ള കാഫിറുകളോടുള്ള മക്രൂഹാകുന്ന വിഭാഗത്തിന് ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ജായിസാകുന്ന പറഞ്ഞിട്ടുണ്ട്. അത് നമ്മോട് യുദ്ധം ചെയ്യാത്ത കാഫിറുകൾക്ക് ബിർറ് ചെയ്യുന്നത് അത് ജായിസാണ്, അനുവദനീയമാണ്. ലാ യൻഹാകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ അതിൽ നിന്ന് വിലക്കുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് മുസ്തഹബാകുന്നതുണ്ട്. ഇസ്തിലാഫിന് വേണ്ടിയിട്ട്, ഈ ദീനിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് കാഫിറുകൾക്ക് അവരോട് അടുപ്പം കാണിക്കുന്നത് അല്ലെങ്കിൽ അവരോട് വലാ കാണിക്കുന്നത് എന്താണ്? അത് മുസ്തഹബാണ്, ദീനിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി കാണിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പല കാഫിറുകളെ എന്ത് ചെയ്തിട്ടുണ്ട്? ദീനിലേക്ക് അടുപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? സമ്പത്ത് വീതിച്ചു കൊടുത്തിട്ടുണ്ട്, അവരോട് അടുപ്പം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് വാജിബാകുന്നതുണ്ട്. വലായിൽ വാജിബാകുന്ന രീതി എങ്ങനെയാണ്? കാഫിറായിട്ടുള്ള മാതാപിതാക്കൾ അല്ലെങ്കിൽ മാതാവോ പിതാവോ അവരോട് എന്ത് ചെയ്യുക? ബിർറ് ചെയ്യുക എന്നുള്ളത്. ആ ബിർറ് എന്നുള്ളത് അത് വാജിബാണ്. അവരോട് കാണിക്കുന്ന അടുപ്പവും സ്നേഹവും അതൊക്കെ എന്താണ്? അത് വല ആണെങ്കിലും അത് നിർബന്ധമാകുന്ന വല ആണ്. അവരുടെ ദീനിന്റെ പേരിലല്ല ചെയ്യുന്നത്, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ച അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. പിന്നീട് അതുപോലെ തന്നെ കാഫിറുകളെ, ഇതിൽ ഓരോന്നും നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. കാഫിറുകളെ ദീനിന്റെ പേരിൽ അല്ലാതെ സഹായിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം, സഹായിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ സഹായം കുഫ്റാകാത്ത ഘട്ടങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദീനിന്റെ പേരിലല്ലാത്ത സഹായങ്ങൾ അത് കുഫ്റാവുകയില്ല. അതിന് ഹാത്തിബ് ഇബ്നു അബീ ബൽതഅയുടെ സംഭവം. ഹാത്തിബ് റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുത്തിട്ടുള്ള സഹാബിയാണ്. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യങ്ങളെ മക്കയിലുള്ള മുശ്രിക്കുകൾക്ക് അറിയിച്ചു കൊടുത്തു, കത്തെഴുതി കൊടുത്തു, അയച്ചു കൊടുത്തു. ആ കത്തില് എന്തിനാണ് അത് ചെയ്യാനുള്ള കാരണം? അവിടെ അദ്ദേഹത്തിന് ഒരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവരെ സഹായിക്കലാണ് അവിടെ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല? ഒരു നിലക്കും ഒരിക്കലും തക്ഫീർ നടത്തിയിട്ടില്ല, കാഫിറാണെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. അതുപോലെ തന്നെ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു, അദ്ദേഹം അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ, മുനാഫിക്കുകളുടെ നേതാവായിട്ടുള്ള അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ്, അയാൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? സംസാരിക്കുകയും അയാൾക്ക് വേണ്ടി പ്രതികരിക്കുകയും ചെയ്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ എന്ത് ചെയ്തിട്ടില്ല? തക്ഫീർ നടത്തിയിട്ടില്ല. കാരണം ദീനിന്റെ പേരിലല്ലാതെ അദ്ദേഹം അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യിന് വേണ്ടിയിട്ട് സംസാരിച്ചത് പ്രതികരിക്കാനുള്ള സാഹചര്യം എന്താണ്? അത് സ്വന്തം ഗോത്രത്തിലുള്ള ഒരാളോടുള്ള ഹമിയത്താണ് അതിലേക്ക് നയിച്ചിട്ടുള്ളത്. ശരി, അപ്പോ ആ നിലക്ക് നമ്മൾ വിശദീകരിച്ച കാര്യം, ഇന്ന് മുസ്ലിം ഭരണകൂടങ്ങളെ തക്ഫീർ നടത്തുന്ന വിഭാഗങ്ങളുണ്ട്. അവര് തെളിവ് പിടിക്കുന്നത് എന്താണ്? അവർ തെളിവ് പിടിക്കുന്നത് ഉദാഹരണമായിട്ട് സൗദി ഭരണകൂടം എന്ത് ചെയ്തു? അമേരിക്കയെ സഹായിച്ചു, മുസ്ലിം രാജ്യങ്ങൾക്കെതിരിൽ സഹായിച്ചു എന്നാണ് പറയുന്നത്. മുസ്ലിമീങ്ങൾക്കെതിരിൽ കുഫാറുകളെ സഹായിക്കുന്നത് കുഫറാണെന്ന് എന്ത് ചെയ്തു? പറയുകയും ആ അടിസ്ഥാനത്തില് മുത്തലഖായിട്ട് കുഫറാണ്. ആ അടിസ്ഥാനത്തിൽ എന്താണ്? സൗദി ഭരണകൂടം കുഫറിന്റെ ഭരണകൂടമായിട്ടുണ്ട് എന്നാണ് സമർത്ഥിക്കുന്നത്. അത് തെറ്റാണെന്നുള്ളതാണ് നമ്മൾ ഈ സംഭവങ്ങളിലൂടെ പഠിച്ചിട്ടുള്ളത്. ഹാത്തിബ് റളിയല്ലാഹു അൻഹു മുശ്രിക്കുകളെയാണ് സഹായിച്ചിട്ടുള്ളത്.
അത് മുസ്ലിമീങ്ങൾക്കെതിരെയാണ്. പക്ഷെ ദീനിനു വേണ്ടിയല്ല, അവരെ ദീനിനെ സഹായിക്കാനും ദീനിനെ പോഷിപ്പിക്കാൻ വേണ്ടി അല്ലാത്തിടത്തോളം അതെന്തായി തരില്ല, കുഫറായി തീരുകയില്ല. മറിച്ച് അത് വൻപാപമാണ്, വളരെ ഗൗരവമുള്ളതാണ്. പിന്നെ അതിൽ നിന്ന് വേറെ വിശദീകരണങ്ങളുണ്ട്. ആ വൻപാപത്തിലേക്ക് എത്താത്ത ഘട്ടങ്ങളും ഒക്കെ വരുന്നുണ്ട്. അത് വേറെ വിശദീകരണങ്ങൾ ആവശ്യമുള്ളതാണ്. അപ്പൊ കുഫറിലേക്ക് ദീനിന്റെ പേരിലല്ലാത്ത സഹായങ്ങൾ, കാഫറുകളെ സഹായിക്കുക, അതിന്റെ ദീനിന്റെ പേരിലല്ലാതെ ഉള്ള അവരോടുള്ള സ്നേഹം എന്നുള്ളത് അതെന്തല്ല, കുഫർ അല്ല എന്നുള്ളത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഒരു ഭരണാധികാരിയെ തക്ഫീർ നടത്തണമെങ്കിൽ, കാഫിറായിട്ട് നമ്മൾ കാണണമെങ്കിൽ, അവർക്കുള്ള ബൈഅത്ത് പിൻവലിക്കണമെങ്കിൽ എന്ത് വേണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് ഇല്ല അൻ തറൗ കുഫ്റൻ ബവാഹൻ ഇൻദകും മിനല്ലാഹി ബുർഹാൻ. വ്യക്തമായ കുഫ്ർ നിങ്ങൾ കാണണം. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് പ്രമാണമുള്ള വ്യക്തമായ കുഫ്ർ കാണുന്നത് വരെ നിങ്ങൾ ബൈഅത്ത് പിൻവലിക്കാൻ പാടില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉബാദത്ത് ബിൻ സാമിത്തിന്റെ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. ശരി, ഇന്ന് നമുക്കിനി പറയാനുള്ളത് കുഫാറുകളോട് വലാ പുലർത്തുന്നതിന്റെ പ്രകട രൂപങ്ങൾ. കുഫാറുകളോട് വലാ പാടില്ല, എന്നാൽ നമ്മുടെ അടുക്കൽ വലാ ഉണ്ട്, നമ്മൾ അവരോട് വലാ പുലർത്തുന്നുണ്ട് എന്നതിനെ നമുക്ക് അറിയിച്ചു തരുന്ന ലക്ഷണങ്ങളാണ് നമുക്ക് ഇനി വിശദീകരിക്കാനുള്ളത്. അത് ഞാൻ ശൈഖ് സാലിഹ് അൽ ഫൗസാന്റെ അൽ വലാ വൽ ബറാ എന്ന കിതാബിൽ നിന്ന് വായിക്കാം. വേറെയും ഒരുപാട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ ഇഖ്തിദാ സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥം, അതിൽ വളരെ വിശദമായിട്ട് ഈ കാര്യം എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് അതിൽ നിന്ന് ചേർക്കേണ്ട കാര്യങ്ങളൊന്നും വിശദീകരിച്ച് ചേർക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാനിത് വായിച്ചിട്ട് പ്രധാനപ്പെട്ട കാര്യം ഞാൻ എന്ത് ചെയ്യാം, വിശദീകരിക്കാം. ഖാല ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാ പറയുന്ന കാര്യം, മിൻ മവാഹിരി മുവാലാത്തിൽ കുഫാർ, കുഫാറുകളോട് മുവാലാത്ത് പുലർത്തുന്നുണ്ട് എന്നുള്ളതിന്റെ പ്രകട ലക്ഷണങ്ങളിൽ പെട്ടതാണ് ഒന്നാമത്തത് അത്തശബ്ബുഹു ബിഹിം ഫിൽ മൽബസി വൽ കലാമി വഗൈരിഹിമ, വസ്ത്രത്തിലും അതുപോലെ തന്നെ സംസാരത്തിലും തുടങ്ങിയ കാര്യങ്ങളിൽ, ഇവ രണ്ടുമല്ലാത്ത കാര്യങ്ങളിലും, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവരോട് സാദൃശ്യം പുലർത്തുക, കുഫാറുകളോട് സാദൃശ്യം പുലർത്തുക എന്നുള്ളത് അവരോട് നാം പാടില്ലാത്ത വലാ പുലർത്തുന്നുണ്ട് എന്നുള്ളതിന്റെ ലക്ഷണങ്ങളിൽപ്പെട്ടതാണ്. അപ്പോ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ വിലക്കിയിട്ടുണ്ട്, അവരോട് നിങ്ങൾ വലാ പുലർത്താൻ പാടില്ല, അവർ ഔലിയാക്കളായി നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല, അവരിൽ നിന്ന് തീർത്തും നിങ്ങൾ എന്ത് ചെയ്യണം, വേറിട്ട് നിൽക്കണം, അവരോട് സാദൃശ്യം പുലർത്താൻ പാടില്ല. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്, ഏതൊരാൾ ഒരു വിഭാഗത്തോട് സാദൃശ്യം പുലർത്തിയോ അവൻ അവരിൽപ്പെട്ടവനാണ്. അപ്പോ അങ്ങനെ വിലക്കപ്പെട്ട തശബ്ബുഹിൽ പെട്ടതാണ്, മുവാലാത്തിൽ പെട്ടതാണെന്ത്, അവരോട് വസ്ത്രങ്ങളുടെ കാര്യത്തിൽ എന്ത് ചെയ്യുക, സാദൃശ്യം പുലർത്തുക എന്നുള്ളത്. അങ്ങനെ പുലർത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ മാനവീയായിട്ട് നമ്മുടെ മാനസികാവസ്ഥയും നമ്മുടെ വമീറും എന്ത് ചെയ്യും, ആ തലത്തിലേക്ക് എന്ത് ചെയ്യും, മാറിപ്പോകുമെന്നാണ് കാര്യം. വളരെ ഗൗരവമുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ ഇഖ്തിദാഇല് പറഞ്ഞ കാര്യം, അൽ മുശാറകതു ഫിൽ ഹദി അൽ-ളാഹിർ തൂരിസു തനാസുബൻ വ തശാകുലൻ ബൈനൽ മുതശാബിഹൈൻ, പ്രകട രൂപത്തില്, പ്രകടമായിട്ടുള്ള ചര്യയില് അല്ലെങ്കിൽ രൂപത്തില് സാദൃശ്യം പുലർത്തുക അല്ലെങ്കിൽ പങ്കുചേരുക എന്നുള്ളത്
അത് എന്തിലേക്ക് നയിക്കും? അത് ഈ സാദൃശ്യം പുലർത്തുന്ന ആളുകളെ അത് അവർ യോജിക്കുന്നതിലേക്ക് എത്തിച്ചേർക്കും, അല്ലെങ്കിൽ അതിന് കാരണമാക്കി തീർക്കും. യഖൂദു ഇലാ മുവാഫഖതി മാ ഫിൽ അഖ്ലാഖി വൽ അഅമാൽ, സ്വഭാവങ്ങളിലും പ്രവർത്തികളിലുമുള്ള യോജിപ്പിലേക്ക് അത് എത്തിച്ചേർക്കും. അപ്പൊ കാഫിറുകളോട് നമ്മൾ പ്രകട രൂപത്തിൽ നമ്മൾ സാദൃശ്യം പുലർത്തി കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവങ്ങള്, നമ്മുടെ പ്രവർത്തികളൊക്കെ എന്ത് ചെയ്യും? അവരുടെ സ്വഭാവങ്ങളിലേക്ക് എന്ത് ചെയ്യും? മാറി തുടങ്ങും. അവരുടെ സ്വഭാവങ്ങളിലേക്ക് നമ്മൾ ഇങ്ങനെ പ്രതിഫലിക്കാൻ തുടങ്ങും. വഹാദ അംറുൻ മഹ്സൂസ്, ഇത് വളരെ അനുഭവത്തിൽ തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഉദാഹരണമായിട്ട് ഫഇന്നൽ ലാബിസ് സിയാബ അഹ്ലിൽ ഇൽം യജിദു മിൻ നഫ്സിഹി നൗഅ ഇൻദിമാമിൻ ഇലൈഹിം. ഉദാഹരണമായിട്ട് പണ്ഡിതന്മാരുടെ വസ്ത്രം ധരിച്ച ഒരാള്, അയാളുടെ മനസ്സിൽ എന്ത് ചെയ്യും? അവരിലേക്ക് ചേരുന്നത് അയാൾ എന്ത് ചെയ്യും? അയാളുടെ മനസ്സിൽ അയാൾക്ക് അനുഭവപ്പെടും. അഥവാ അയാളുടെ സ്വഭാവങ്ങളിലും അതുപോലെ തന്നെ പ്രവർത്തികളിലൊക്കെ പണ്ഡിതന്മാരോട് യോജിക്കുന്നതായിട്ട് എന്ത് ചെയ്യും? അയാൾക്ക് അനുഭവപ്പെടും. വല്ലാബിസ് ലി സിയാബിൽ ജുന്ദി അൽ മുഖാതില യജിദു മിൻ നഫ്സിഹി നൗഅ തഖല്ലുഖിൻ ബിഅഖ്ലാഖിഹിം. അതുപോലെ തന്നെ യുദ്ധം ചെയ്യുന്ന സൈന്യത്തിന്റെ വസ്ത്രം ധരിച്ച ആളുകൾ, പട്ടാളക്കാരെ വസ്ത്രം ധരിച്ച ആളുകൾ നോക്കൂ, ഒരേ വസ്ത്രം എന്തിനാണ് പട്ടാളക്കാർക്ക്? അതിന്റെ പിന്നിലുള്ള രഹസ്യം എന്നുള്ളത് അവരുടെ എല്ലാവരുടെയും മാനസികാവസ്ഥ എന്ത് ചെയ്യണം? ഒരേ നിലവാരത്തിലേക്ക് എത്തണം. അവരുടെ എല്ലാവരുടെയും സ്വഭാവങ്ങളും അതുപോലെ തന്നെ പ്രവർത്തികളും അതുപോലത്തെ പ്രകൃതിയും ഒക്കെ എന്ത് ചെയ്യണം? ഒരേ രൂപത്തിലായി തീരണം എന്നുള്ളതാണ് അതിന്റെ പിന്നിലുള്ള രഹസ്യം. വയസീറു തബ്ഉഹു മുതഖാദിയൻ ലിദാലിക്, അതിന് യോജിക്കുന്ന തരത്തിൽ അവന്റെ പ്രകൃതമായി തീരും. സൈന്യത്തിന്റെ വസ്ത്രം ധരിച്ച ഒരാള്, അയാളുടെ പ്രകൃതി എന്ത് ചെയ്യും? ആ സൈനികരുടെ പ്രകൃതത്തോട് എന്ത് ചെയ്യും? യോജിച്ചു വരും. ഇല്ല യംനഅഹു മാനിഅ, ഒരു വ്യക്തമായ എന്തെങ്കിലും തടസ്സമുണ്ടായിട്ടല്ലാതെ. സാധാരണഗതിയിലുള്ള കാര്യം ഇങ്ങനെയാണ്, ഏതൊരു വിഭാഗത്തോട് പ്രകട രൂപത്തിൽ നമ്മൾ സാദൃശ്യം പുലർത്തുന്നുണ്ടോ നമ്മുടെ സ്വഭാവവും നമ്മുടെ പ്രകൃതവും പ്രവർത്തികളൊക്കെ എന്ത് ചെയ്യും? ആ തരത്തിലേക്ക് മാറും. അപ്പോ കാഫിറുകളെ പ്രകട രൂപത്തിൽ നമ്മൾ സാദൃശ്യം പുലർത്തി കഴിഞ്ഞാൽ, വേഷത്തിലും അതുപോലെ തന്നെ അവരുടെ മാത്രം ചിഹ്നങ്ങളിലൊക്കെ നമ്മൾ സാദൃശ്യം പുലർത്തി കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ നമ്മളിലേക്ക് വരും എന്നുള്ളതാണ് പറഞ്ഞതിന്റെ സാരം. لأن التشبه بهم في الملبس والكلام وغيرهما يدل على محبة المتشبه به ولذلك قال النبي صلى الله عليه وسلم من تشبه بقوم فهو منهم. കാരണം വസ്ത്രങ്ങളിലും അതുപോലെ തന്നെ സംസാരത്തിലുമൊക്കെ അവരോട് സാദൃശ്യം പുലർത്തുക എന്നുള്ളത്, നമ്മൾ ആരോടാണ് സാദൃശ്യം പുലർത്തുന്നത്? അവരോട് സ്നേഹമുണ്ട് എന്നുള്ളതിനെയാണ് അറിയിക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ സാദൃശ്യം പുലർത്തുന്നതിന്റെ അല്ലെങ്കിൽ അനുകരിക്കുക എന്നുള്ളത്, അതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണ്? അത് സ്നേഹമാണ്. അവരെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്, ആദരിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അനുകരണത്തിലേക്ക് നയിക്കുന്ന കാര്യം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഏതൊരു വിഭാഗത്തോട് ഒരാള് സാദൃശ്യപ്പെടുത്തിയോ അവൻ അവരിൽപ്പെട്ടവനാണ്. فيحرم التشبه بالكفار فيما هو من خصائصهم من عاداتهم وعباداتهم سمتهم وأخلاقهم كحلق اللحى وإطالة الشوارب والرطانة بلغتهم إلا عند الحاجة وفي هيئة اللباس والأكل والشرب وغير ذلك. കാഫിറുകളോട് അവരുടെ ഇബാദത്തുകളിലെയും ആദാത്തുകൾ, അവരുടെ ശീലങ്ങളിലും അവർക്ക് പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളിൽ സാദൃശ്യം പുലർത്തുന്നത് ഹറാമാണ്. അവരുടെ ചിഹ്നങ്ങൾ, അവരുടെ സ്വഭാവങ്ങൾ, ഉദാഹരണമായിട്ട് താടി വടിക്കുക, അതുപോലെ തന്നെ മീശ നീട്ടുക എന്നുള്ളത്,
വറതാനതി ബിലുഗതിഹിം, അവരുടെ ഭാഷയിൽ എന്ത് ചെയ്യുക, സംസാരം അധികരിപ്പിക്കുക എന്നുള്ളത്. ഇല്ല ഇൻദൽ ഹാജ, ആവശ്യം ഇല്ലാതെ എന്ത് കാഫിറുകളുടെ ഭാഷയിൽ സംസാരിക്കുന്നത് അധികരിപ്പിക്കുക എന്നുള്ളത്. വഫി ഹയാത്തിൽ ലിബാസ്, അതുപോലെ തന്നെ വസ്ത്ര രീതിയിൽ അവരോട് അനുകരിക്കുക, അതുപോലെ തന്നെ ഭക്ഷണത്തിലും വൽ അക്ലി വശുർബി വഗൈറ ദാലിക്, ഭക്ഷണത്തിലും പാനീയത്തിലും തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അവരോട് സാദൃശ്യം പുലർത്തുക എന്നുള്ളത് ഹറാമാണ്. അവർക്ക് പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളിൽ അവരോട് സാദൃശ്യം പുലർത്തൽ എന്താണ്, ഹറാമാണ്. മറിച്ച് നമ്മൾ സാദൃശ്യം പുലർത്തേണ്ടത് വലിയ ദീനിന്റെ ആളുകളോടാണ് സാദൃശ്യം പുലർത്തേണ്ടത്. സാലിഹീങ്ങളോട് സാദൃശ്യം പുലർത്താൻ അവരുടെ, അതുപോലെ തന്നെ നമ്മുടെ നബി ആയിട്ടുള്ള മുഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ രൂപത്തിലേക്കും വേഷങ്ങളിലേക്കൊക്കെ എന്ത് ചെയ്യുക, സാദൃശ്യം പുലർത്തുക എന്നുള്ളത് വളരെ പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്. സലഫുകൾ അങ്ങേയറ്റം ആ കാര്യത്തിൽ എന്ത് ചെയ്യാറുണ്ടായിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരാറുണ്ടായിരുന്നു. അത് സ്നേഹത്തെയാണ് അറിയിക്കുന്നത്, തഅസീമിനെയാണ് അറിയിക്കുന്നത്. എല്ലാവരും എന്ത് ചെയ്യുന്നു, അവര് ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അനുകരിക്കുകയും അവരോട് സാദൃശ്യം പുലർത്തുകയും ചെയ്യുന്നുണ്ട്. പിന്നെ പണ്ഡിതന്മാര് കാഫിറുകളോട് സാദൃശ്യം പുലർത്തുന്ന കാര്യങ്ങളിൽ എണ്ണിയ ഒരു കാര്യമാണെന്ത്, വസ്ത്രം ധരിക്കുന്ന കാര്യത്തില് പാൻസ് ധരിക്കുക എന്നുള്ളത്. പണ്ഡിതന്മാരിൽ അധിക പേരും പാൻസ് ധരിക്കുന്നത് കാഫിറുകളോടുള്ള തശബ്ബുഹായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് ഹറാമാകും. ഉദാഹരണമായിട്ട് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടപ്പോൾ, പാൻസ് ധരിക്കുന്ന വിഷയത്തിൽ ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, അതിന്റെ ആശയം എങ്ങനെയാണ്, അത് ഹറാം, കറാഹത്തിന്റെ ഹുർമത്ത് അതിനുണ്ട് എന്ന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. അഥവാ മക്രൂഹാണ് പാൻസ് ധരിക്കുക എന്നുള്ളത്. കാരണം അതിലെന്തുണ്ട്, രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് തശബ്ബുഹും ബിൽ കുഫാർ, കാഫിറുകളോട് അനുകരിക്കൽ അതിലുണ്ട്, അല്ലെങ്കിൽ അവരോട് സാദൃശ്യം പുലർത്തലുണ്ട്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ഹജ്മുൽ ഔറ, ഔറത്ത് എന്ത് ചെയ്യലുണ്ട്, അത് അതിന്റെ ഷേപ്പ് കാണിക്കലുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ ഒന്നൊഴിവായാൽ മറ്റൊന്നെന്തുണ്ട്, അതിലുണ്ട്. അപ്പോ ഈ രണ്ട് കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാരിൽ അധിക പേരും പാൻസ് ധരിക്കുന്നത് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, ഹറാമാണെന്നുള്ള പറഞ്ഞ പണ്ഡിതന്മാരും ധാരാളമുണ്ട്. അപ്പോ അതിന്റെ രണ്ട് കാരണങ്ങളാണ് പറഞ്ഞത്. കാഫിറുകളുടെ തശബ്ബുഹ്, കാരണം ഇതിന്റെ ആരംഭം എന്നുള്ളത് ഫ്രഞ്ചുകാരാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പാൻസ് ധരിച്ചു തുടങ്ങിയിട്ടുള്ളത്. പിന്നീട് ആ മുസ്ലിമീങ്ങളുള്ള സാലിഹീങ്ങളും അതിലുള്ള അഹ്ലുൽ ഫضല് അല്ലെങ്കിൽ ശ്രേഷ്ഠരായിട്ടുള്ള ആളുകളൊന്നും ആ വിഷയത്തിൽ എന്ത് ചെയ്തിട്ടില്ല, അവരോട് ആ വസ്ത്രം സ്വീകരിച്ചിട്ടില്ല. മറിച്ച് കാഫിറുകളുമായിട്ട് അമിതമായിട്ട് മിക്സ് ആയപ്പോ ഈമാൻ കുറഞ്ഞ ആളുകള്, വളരെ ദീനിന്റെ കാര്യത്തിൽ പുറകോട്ടുള്ള ആളുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആ വസ്ത്രം സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഇന്ന് മുസ്ലിമീങ്ങളും കാഫിറുകളും ഒരുപോലെ ഉപയോഗിക്കുന്നു എന്നുള്ള അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൽ തശബ്ബുഹ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അതില് മുസ്ലിമീങ്ങളും കാഫിറുകളും ഒരേപോലെ ഉപയോഗിക്കുന്ന ഘട്ടമെത്തിയത് എങ്ങനെയാണ്, അത് മുസ്ലിമീങ്ങൾക്ക് അവരുടെ ദീനില് തമസ്സുക്ക് അതിൽ മുറുകെ പിടിക്കുന്നതിൽ എന്ത് വന്നു, അയവ് വന്നു. ദീനിന്റെ കാര്യത്തിൽ ലൂസായപ്പോ എന്ത് ചെയ്തു, അവര് കാഫിറുകളുടെ പല കാര്യങ്ങളും അനുകരിക്കാൻ തുടങ്ങി. അതിന്റെ കൂട്ടത്തിൽ ഒന്നാണ് ഈ പാൻസ് എന്നുള്ള കാര്യം. പിന്നെ ഭാഷയിൽ അവരോട് എന്ത് ചെയ്യല്, അവരുടെ ഭാഷ, കാഫിറുകളുടെ ഭാഷയില് ആവശ്യത്തിലപ്പുറം സംസാരിക്കുക എന്നുള്ളത് അത് സലഫുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, വെറുത്തിട്ടുണ്ട്. അത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ ഇഖ്തിലാസ് സിറാത്തിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം അൽ ഇഖാമത്തു ഫി ബിലാദിഹിം, കാഫിറുകളുടെ നാട്ടില് സ്ഥിരതാമസമാക്കൽ അല്ലെങ്കിൽ താമസിക്കുക എന്നുള്ളത്. വഅദമുൽ ഇൻതിഖാലി മിൻഹ, കാഫിറുകളുടെ നാട്ടിൽ നിന്ന്
അവിടുന്ന് മാറിപ്പോകാതിരിക്കൽ, അവിടെ നിന്ന് പോകാതിരിക്കൽ ഇലാ ബിലാദിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ നാട്ടിലേക്ക്, ലിയാജിലിൽ ഫിറാറി ബിദ്ദീൻ, ദീന് കൊണ്ട് രക്ഷപ്പെടുക, ഓടി രക്ഷപ്പെടുക എന്നുള്ള അടിസ്ഥാനത്തിൽ കാഫിറുകളുടെ നാട്ടിൽ നിന്ന് ഹിജ്റ പോകാതിരിക്കുക എന്നുള്ള കാര്യം. ഹിജ്റ എന്നുള്ളത് ദീനുൽ ഇസ്ലാമിൽ വളരെ പ്രാധാന്യം പറയപ്പെട്ട കാര്യമാണ്, വളരെ പ്രാധാന്യമുള്ളതാണ്. ഇസ്ലാം, ഒരാൾ മുസ്ലിമായി കഴിഞ്ഞാൽ കഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും, അയാളുടെ വൻ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും. അതുപോലെ പറയപ്പെട്ട അതിന്റെ കൂടെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് അൽ ഹിജ്റതു തജുബ്ബു മാ ഖബ്ലഹ, ഹിജ്റ എന്ത് ചെയ്യും, അതിന് കഴിഞ്ഞു പോയ എല്ലാത്തിനെയും മായ്ച്ചുകളെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വളരെ ശ്രേഷ്ഠതയുള്ള ഇബാദത്താണ് ഹിജ്റ. അതുപോലെ തന്നെ ഹിജ്റ ചെയ്യല്, ദീൻ അത് നിലനിർത്താൻ പറ്റാത്ത ഒരു നാട്ടിൽ നിന്ന് ഹിജ്റ പോവുക എന്നുള്ളത് എന്താണ്, വാജിബായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഒരു കാഫിറുകളുടെ നാട്ടിൽ നമുക്ക് ദീൻ നിലനിർത്തൽ സാധ്യമാകുകയാണെങ്കിൽ, നമുക്കവിടെ സാധിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ഹിജ്റ പോകൽ എന്തല്ല, വാജിബല്ല, മറിച്ച് അവിടെ നിന്ന് പോകൽ മുസ്തഹബാണ്, വളരെ പുണ്യകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഈ ഒരു സുന്നത്ത് ഇന്ന് വളരെ ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു ചര്യയാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ നിന്ന് ഹിജ്റ പോകുന്ന ആളുകൾ ഇനി മുസ്തഹബാണെന്നുള്ള, ഇന്ത്യയിൽ നിന്ന് പോകൽ മുസ്തഹബാണെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആ ഒരു മുസ്തഹബായ കാര്യം ചെയ്യുന്നവർ വളരെ അപൂർവമാണ്. لأن الهجرة بهذا المعنى ولهذا الغرض واجبة على المسلم. ഈ ഒരു ആവശ്യത്തിന്, ഈ ഒരു ഉദ്ദേശത്താൽ ഹിജ്റ പോവുക എന്നുള്ളത് ഓരോ മുസ്ലിമിന്റെ മേൽ വാജിബാണ്. لأن إقامته في بلاد الكفار تدل على موالاة الكافرين. കാരണം കാഫിറുകളുടെ നാട്ടിൽ താമസിക്കുക, സ്ഥിരതാമസമാക്കുക എന്നുള്ളത് അവരോട് നമ്മൾ വലാ പുലർത്തുന്നുണ്ട് എന്നതിനെ അറിയിക്കുന്നതാണ്. ومن هنا حرم الله إقامة المسلم بين الكفار إذا كان يقدر على الهجرة. ഹിജ്റക്ക് സാധ്യമാകുകയാണെങ്കിൽ, സാധിച്ചിട്ട് പോലും കാഫിറുകളുടെ നാട്ടിൽ നിൽക്കുക എന്നുള്ളത് അത് ഹറാമാണ്. ദീൻ അത് നിലനിർത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലദീന തവഫാഹുമുൽ മലായിക ളാലിമി അൻഫുസിഹിം ഖാലു ഫീമ കുൻതും. സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ച നിലക്ക് അല്ലാഹു മരിപ്പിച്ച ആളുകളോട്, മലക്കുകള് റൂഹെടുക്കുന്ന ആളുകളോട് മലക്കുകൾ ചോദിക്കും, ഫീമ കുൻതും, നിങ്ങള് ഏത് കാര്യത്തിലായിരുന്നു? ഖാലു കുന്നാ മുസ്തദ്അഫീന ഫിൽ അർദ്. അപ്പോ ഈ ആളുകൾ പറയുമെന്ത്, ഞങ്ങൾ ഭൂമിയിലെ ദുർബലരായിരുന്നു. ഖാലു അലം തകുൻ അർദുല്ലാഹി വാസിഅതൻ, അല്ലാഹുവിന്റെ ഭൂമി വളരെ വിശാലമായിരുന്നില്ലേ? ഫതുഹാജിറു ഫിഹ, അങ്ങനെ നിങ്ങൾക്ക് ഹിജ്റ പോകാൻ പറ്റുന്ന തരത്തിൽ വിശാലമായിരുന്നില്ലേ? ഉലൈക മഅവാഹും ജഹന്നം വസഅത് മസീറ. അവരുടെ മഅവ, സങ്കേതം എന്താണ്, അഭയകേന്ദ്രം എന്താണ്? നരകമായിരിക്കും, വളരെ മോശമായിട്ടുള്ള സങ്കേതമാണത്. ഇല്ലൽ മുസ്തദഅഫീന മിനർ റിജാലി والنساء والولدان لا يستطيعون حيلة ولا يهتدون سبيلا. അപ്പോ ദീൻ അത് നിലനിർത്താൻ സാധിക്കാത്ത ഒരു നാട്ടിൽ നിന്ന്, അവിടെ നിന്ന് ഹിജ്റ പോയിട്ടില്ലെങ്കിൽ അവരുടെ സങ്കേതം എന്തായിരിക്കും? നരകമായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ശിക്ഷയിൽ നിന്ന് ആരാണ് ഒഴിവാകുന്നത്? ഇല്ലൽ മുസ്തദഅഫീന മിനർ റിജാലി വന്നിസാ വൽവിൽദാനി ലാ യസ്തതിഊന ഹീലതൻ വലാ യഹ്തദൂന സബീല. സ്ത്രീകളിലും പുരുഷന്മാരിൽപ്പെട്ട ദുർബലരായിട്ടുള്ള ആളുകൾ, അവർ രക്ഷപ്പെടാൻ, ഈ നാട്ടിൽ നിന്ന് പോകാനുള്ള ഒരു വഴിയും കണ്ടെത്തുന്നില്ല, ഒരു സൂത്രവും അവർക്ക് അറിയില്ല. ഉലൈക അസ്സല്ലാഹു യഅഫു അൻഹും, അവർക്ക് അല്ലാഹു പുറത്തു കൊടുത്തേക്കാം. വകാന അല്ലാഹു അഫൂവൻ ഗഫൂറ. അപ്പോ ഹിജ്റയുടെ കാര്യം വളരെ ഗൗരവമുള്ളതാണ്. ദീൻ നിലനിർത്താൻ സാധിക്കാത്ത ഒരു നാട്ടിൽ നിന്ന് ഹിജ്റ ചെയ്യൽ എന്താണ്? നിർബന്ധമാണ്. പോയിട്ടില്ലെങ്കിൽ അതിന്റെ ശിക്ഷയാണ് പറഞ്ഞിട്ടുള്ളത്, നരകമായിരിക്കും സങ്കേതമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. فلم يعذر الله في الإقامة
في بلاد الكفار إلى المستضعفين الذين لا يستطيعون الهجرة وكذلك من كان في إقامته مصلحة دينية كالدعوة إلى الله ونشر الإسلام في بلادهم. അപ്പോ ഹിജ്റയ്ക്ക് സാധിക്കാത്ത ആളുകൾക്കാണ് അള്ളാഹു എന്ത് ചെയ്തിട്ടുള്ളൂ? ഇളവ് നൽകിയിട്ടുള്ളൂ. അതുപോലെ തന്നെ നിൽക്കുന്നതിൽ മസ്ലഹത്തുള്ള നന്മയുള്ള ആളുകൾ ഉണ്ടാകും. കാഫിറുകളുടെ നാട്ടിൽ നിൽക്കുന്നത് കൊണ്ട് ആ നാട്ടുകാർക്കും സ്വന്തത്തിനും നന്മ, ഒരു പൊതു നന്മ ഉണ്ടാകുന്നവരുണ്ടാകും. മനസ്സിലായില്ലേ? എങ്ങനെ? ദീനിയായിട്ടുള്ള മസ്ലഹത്ത് അത് മുൻതൂങ്ങുകയാണ്. ഒരാള് കാഫിറുകളുടെ നാട്ടിൽ തന്നെ നിൽക്കലാണ് അയാളെ സംബന്ധിച്ചിടത്തോളം ദീനിയായിട്ട് മസ്ലഹത്ത് മുൻതൂങ്ങുന്നതെങ്കിൽ, നന്മ മുൻതൂങ്ങുന്നതെങ്കിൽ അയാൾ നിൽക്കലാണ് നല്ലത്. ഉദാഹരണമായിട്ട് ഒരു ദാഇയായിട്ടുള്ള ഒരാൾ, പ്രബോധകനായിട്ടുള്ള ഒരാൾ, കദ്ദഅവതി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ദഅവത്ത് ചെയ്യുക എന്നതുപോലെ വനശ്രിൽ ഇസ്ലാം, ഇസ്ലാം പ്രചരിപ്പിക്കുക ഫീ ബിലാദിഹിം, അവരുടെ നാട്ടിലെ. മാത്രമല്ല ഹദീസുകളിൽ ധാരാളം ഈ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അന ബരീഉ മിൻ കുല്ലി മുസ്ലിമിൻ യുഖീമു ബൈന വഹ്റാനി അൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളുടെ ഇടയിൽ താമസിക്കുന്ന എല്ലാ മുസ്ലിമിൽ നിന്നും ഞാൻ എന്താണ്? ബരി ആണ്, ഞാൻ മുക്തനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലാ തറാഅനറഹുമ, അവർ കാഫിറിന്റെയും മുസ്ലിമിന്റെയും എന്ത് ചെയ്യാൻ പാടില്ല? തീ പരസ്പരം കാണാൻ പാടില്ല. അവരുടെ വീട്ടിലൊരു തീ കത്തിച്ചാല് നമ്മുടെ സ്ഥലത്ത് നിന്ന് കാണാൻ പാടില്ല, നമ്മുടെ വീട്ടിൽ നിന്ന് കത്തിച്ചാൽ അവന് കാണാൻ പാടില്ല. അത്രക്ക് അന്തരമാണ് മുസ്ലിമീങ്ങളും കാഫിറുകളും തമ്മില്. അപ്പൊ കൂടിക്കൊഴിഞ്ഞ് താമസിക്കുക എന്നുള്ളത് പാടില്ല എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ. അതുപോലെ തന്നെ മൂന്നാമത്തത് അസ്സഫറു ഇലാ ബിലാദിഹിം ലിഗറദി അന്നുസ്ഹതി വമുതഅത്തി നഫ്സ്, കാഫിറുകളുടെ നാട്ടിലേക്ക്, ഇസ്ലാമിക നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ ദീനിയായിട്ട് കുഴപ്പമില്ലാത്ത നാട്ടിൽ നിന്ന് ഇങ്ങനെ കാഫിറുകളുടെ നാട്ടിലേക്ക് എന്തിനു വേണ്ടി പോവുക? നുസ്ഹത്തിന് വേണ്ടി പോവുക. നുസ്ഹത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? വിനോദയാത്രക്ക് വേണ്ടി പോവുക. മനസ്സിലായില്ലേ? വിനോദയാത്രയായിട്ട്, സിയാഹത്തായിട്ട് പോകുക എന്നുള്ളത്. വമുതഅത്തി നഫ്സ്, നഫ്സിന്റെ ആസ്വാദനത്തിന് വേണ്ടിയിട്ട്, വിനോദത്തിന് വേണ്ടി പോകുക എന്നുള്ളത് കാഫിറുകളുടെ നാട്ടിലേക്ക് ഹറാമാണ്. والسفر إلى بلاد الكفار محرم إلا عند الضرورة كالعلاج والتجارة والتعليم للتخصصات النافعة التي لا يمكن الحصول عليها إلا بالسفر إليهم فيجوز بقدر حاجته. നിർബന്ധ സാഹചര്യത്തിലല്ലാതെ കാഫിറുകളുടെ നാട്ടിലേക്ക് യാത്ര പാടില്ല. നിർബന്ധ സാഹചര്യം ഏതൊക്കെയാണ്? ചികിത്സ, അതുപോലെ തന്നെ കച്ചവടം, അതുപോലെ തന്നെ അവിടെ ആ രാജ്യങ്ങളിൽ പഠിപ്പിക്കപ്പെടുന്ന തഖസ്സുസായിട്ട് ഒരു വിഷയത്തിൽ പ്രത്യേകമായിട്ട് എന്താണ്, പ്രത്യേകമായിട്ട് കൂടുതൽ ഉന്നത പഠനത്തിന് വേണ്ടിയിട്ട്, മനസ്സിലായില്ലേ? അവിടെ മാത്രം ലഭിക്കുന്ന ഒരു തഖസ്സുസായ, അവിടെ പ്രത്യേകമായിട്ട് ഒരു സബ്ജക്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, ആ നാട്ടിൽ മാത്രമേ അത് ലഭ്യമാകുള്ളൂ എങ്കിൽ ആ ചികിത്സ അല്ലെങ്കിൽ ആ ഒരു പഠനം അവിടെ മാത്രമേ ലഭ്യമാകുള്ളൂ എങ്കിൽ ആവശ്യത്തിനനുസരിച്ച്, അത്യാവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യാം? അതിന്റെ അടിസ്ഥാനത്തിൽ അവിടത്തേക്ക് പോകൽ അനുവദനീയമാണ്. വൈദൻതഹത്തിൽ ഹാജതു, ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ വജബ റുജൂഉ ഇലാ ബിലാദിൽ മുസ്ലിമീൻ, മുസ്ലിമുകൾ നാട്ടിലേക്ക് മടങ്ങൽ നിർബന്ധമാണ്. വയുശ്തറതു ലിദാലിക كذلك لجواز هذا السفر أن يكون مظهرا لدينه معتزا بإسلامه مبتعدا عن مواطن الشر. അവിടത്തേക്ക് യാത്ര ചെയ്യുക എന്നുള്ളത് ഇങ്ങനെ നിർബന്ധ സാഹചര്യങ്ങളിലേ പറ്റുള്ളൂ, അതും ആവശ്യത്തിന്റെ അളവിലേ പറ്റുള്ളൂ. മാത്രമല്ല അടുത്ത ഒരു നിബന്ധന കൂടെ ഉണ്ട്, അത് ദീൻ പ്രകടമാക്കിയായിരിക്കണം പോകേണ്ടത്. താനൊരു മുസ്ലിമാണ്, ഒരു സാലിഹാണെന്നുള്ളത് പ്രകടമാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്? പോകേണ്ടത്. അതുപോലെ തന്നെ ഇസ്ലാം, തന്റെ മതമായ ഇസ്ലാമില് പ്രതാപം
നടിച്ചുകൊണ്ടായിരിക്കണം പോകേണ്ടത്. അതുപോലെ തന്നെ എല്ലാ ഷർറിന്റെയും സ്ഥാനങ്ങളിൽ നിന്ന് എന്ത് ചെയ്യണം, മാറി നിൽക്കണം. അവിടേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള അങ്ങേയറ്റം ഷർറായിട്ടുള്ള സ്ഥലങ്ങളിൽ ആണും പെണ്ണും ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള മാളുകൾ ഉണ്ടാകും. അവിടെ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള ഷർറിന്റെ സ്ഥാനങ്ങളിൽ പോകാൻ പാടില്ല. ഹറാമാണ് അങ്ങോട്ട് കടന്നു ചെല്ലുന്നത്. കാരണം ഒരുപാട് ഹറാമുകളാണ് അതിലൂടെ എന്ത് ചെയ്യുന്നത്, സംഭവിക്കുക. حذرا من دسائس الأعداء ومكائدهم، وكذلك يجوز السفر أو يجب إلى بلادهم إذا كان لأجل الدعوة إلى الله ونشر الإسلام. അതുപോലെ തന്നെ അങ്ങേയറ്റം സൂക്ഷിക്കുന്നവരായിരിക്കണം ഈ കാഫിറുകളുടെ തന്ത്രങ്ങളും അവരുടെ രഹസ്യ നീക്കങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ അങ്ങേയറ്റം സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം. നിർബന്ധ സാഹചര്യത്തിലാണെങ്കിൽ കൂടെ അങ്ങോട്ട് പോകാൻ പാടുള്ളൂ. അതുപോലെ ഇനി നിർബന്ധമാകുന്ന സാഹചര്യമുണ്ട്. കാഫിറുകളുടെ നാട്ടിലേക്ക് കാഫിറുകളുടെ നാട്ടിലേക്ക് യാത്ര പോകാൻ നിർബന്ധമാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതേതാണത്? അത് അവിടത്തേക്ക് ദഅവത്തിന് വേണ്ടി പോവുക എന്നുള്ളത്. അവിടെ ഒരു ദഅവത്ത് നടക്കുന്നില്ല എങ്കിൽ പ്രബോധകരെ സംബന്ധിച്ചിടത്തോളം ദീനിയായിട്ടുള്ള ഇസ്തിഖാമത്ത് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ സ്വന്തം നഫ്സിനെ പിടിച്ചു വെക്കാനുള്ള അവസ്ഥയുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ട് പോകലൊക്കെ എന്ത് ചെയ്യും, നിർബന്ധമായി തീരുന്ന അവസ്ഥകളുമുണ്ട് എന്ന് പറഞ്ഞു. നാലാമത്തേത് ഇആനതുഹും വമുനാസറതുഹും അലൽ മുസ്ലിമീൻ. അടുത്തതായി ഇആനതുഹും വമുനാസറതുഹും അലൽ മുസ്ലിമീൻ വമദ്ഹുഹും വസ്സബ്ബു അൻഹും. മുസ്ലിമീങ്ങൾക്കെതിരിൽ അവരെ സഹായിക്കുക, അതുപോലെ അവരെ പുകഴ്ത്തുക, മുസ്ലിമീങ്ങളെക്കാളും അവരെ പുകഴ്ത്തുക. വസ്സബ്ബു അൻഹും, അവർക്ക് വേണ്ടിയിട്ട് പ്രതിരോധിക്കുക എന്നുള്ളതൊക്കെ, അവരോട് വലാ കാണിക്കുന്നുണ്ട്. വിലക്കപ്പെട്ട വലാ നമ്മുടെ അടുക്കലുണ്ട് എന്നുള്ളതിന്റെ ലക്ഷണമാണ് ഈ നാലാമത് പറഞ്ഞിട്ടുള്ളത്. വഹാദ മിൻ നവാഖിദുൽ ഇസ്ലാം വഅസ്ബാബിർ റിദ്ദ നഊദു ബില്ലാഹി മിൻ ദാലിക്. ഇത് ഇസ്ലാമിനെ പൊളിച്ചു കളയുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഇസ്ലാമെന്ന് ഒരാളെ പുറത്തേക്ക് കടത്തുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. അള്ളാഹുവിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അഭയം തേടുന്നു എന്ന് പറഞ്ഞു. പക്ഷേ കാഫിറുകളെ സഹായിക്കുക എന്നുള്ളത്, മുസ്ലിമീങ്ങൾക്കെതിരെ സഹായിക്കുക എന്നുള്ളത് എല്ലാ തരത്തിലും എന്താവൂല, അത് കുഫറാവുകയില്ല. അതിൽ കുഫറാകുന്നതും അല്ലാത്തതും നേരത്തെ ഷെയ്ഖ് മുഹമ്മദ് ബാസിമുൽ വിശദീകരിച്ച് നമ്മൾ വായിച്ചതാണ്. ഇനി ഏത് തരത്തിലുള്ളതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വളരെ ഗുരുതരമായിട്ട് അതിനെ കാണണം, വളരെ ഗൗരവത്തിൽ കാണണം. അഞ്ചാമത്തത് അൽ-ഇസ്തിആനതു ബിഹിം. ആദ്യം പറഞ്ഞത് അവരെ സഹായിക്കല്, ഇപ്പോ അഞ്ചാമതായി പറയുന്നത് അൽ-ഇസ്തിആനതു ബിഹിം, അവരിൽ നിന്ന് സഹായം സ്വീകരിക്കല്. വസിഖതു ബിഹിം, അവരിൽ നമ്മൾ എന്ത് ചെയ്യല്, അവരിൽ ഉറപ്പുണ്ടാകല്, അഥവാ നമ്മൾ അവരിൽ വിശ്വസിക്കുക എന്നുള്ളത്. വതൗലിയതുഹുൽ മനാസിബ്, സ്ഥാനങ്ങളൊക്കെ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. അല്ലതി ഫിഹാ അസ്റാറുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ രഹസ്യങ്ങളൊക്കെ ഉള്ള സ്ഥാനങ്ങളിൽ അവരെ ഏൽപ്പിക്കൽ. വത്തിഖാദുഹും ബിതാനതൻ വമുസ്തശാരീൻ, ഉറ്റ മിത്രങ്ങളായിട്ടും അതുപോലെ തന്നെ കൂടിയാലോചകരായിട്ടും അവരെ സ്വീകരിക്കുക എന്നുള്ളത്, ഇതൊക്കെ വിലക്കപ്പെട്ട വലായിൽ പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു,
യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദു ബിതാനത മിൻ ദൂനികും, നിങ്ങളിൽ നിന്നല്ലാതെ ഉള്ള ബിതാനത്തുകളെ, രഹസ്യങ്ങൾ അറിയുന്ന, ഉള്ളറിയുന്ന കൂട്ടുകാരെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? സ്വീകരിക്കാൻ പാടില്ല. ലാ യഅലൂനകും ഖബാല, നിങ്ങൾക്ക് നാശം വരുത്തുന്നതിൽ അവർക്ക് ഒരു കുറവും വീഴ്ചയും അതിൽ വരികയില്ല, അവർ വരുത്തുകയില്ല. നിങ്ങൾക്ക് പ്രയാസമുള്ള കാര്യം അവർ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് പ്രയാസമുള്ള കാര്യമാണ് അവർ ഇഷ്ടപ്പെടുന്നത്. ഖദ് ബദതിൽ ബഗ്ദാഉ മിൻ അഫ്വാഹിഹിം, അവരുടെ നാവിലൂടെ, വായകളിലൂടെ അവരുടെ വിദ്വേഷം അത് പ്രകടമായിട്ടുണ്ട്. നാവിലൂടെ അത് വരും പല സമയത്തും നമ്മോടുള്ള ദേഷ്യം. വമാ തുഖ്ഫി സുദൂറുഹും അക്ബർ, അവരുടെ മനസ്സുകളിലുള്ളതാണെങ്കിലും അത് അതിനേക്കാളും വലുതാണ്. നാവിലൂടെ പുറത്തു വരുന്നതിനേക്കാളും ശക്തമായ വിദ്വേഷം നമ്മോട് അവരുടെ മനസ്സിനുള്ളിലുണ്ട് എന്ന് ആര് പറയുന്നു? ഹൃദയങ്ങൾ അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. അപ്പൊ നമ്മൾ അവരെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഉള്ളറിയുന്ന ചങ്ങാതികളായിട്ടും കൂടിയാലോചകരായിട്ടും സ്വീകരിക്കാൻ പറ്റില്ല. നമ്മുടെ രഹസ്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ഖദ് ബയ്യനാ ലകുമുൽ ആയാത്ത് ഇൻ കുൻതും തഅഖിലൂൻ, നാം നിങ്ങൾക്ക് ആയത്തുകൾ വിശദീകരിച്ചു തന്നിട്ടുണ്ട്, വ്യക്തമാക്കി തന്നിട്ടുണ്ട്. നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഗ്രഹിക്കുന്നവരാണെങ്കിൽ. ഹാ അൻതും ഉലൈ തുഹിബ്ബൂനഹും വലാ യുഹിബ്ബൂനകും, നിങ്ങൾ അവരെ ചിലപ്പോൾ സ്നേഹിക്കുന്നുണ്ടാകാം, പക്ഷെ എന്നാലും എന്ത് ചെയ്യില്ല, അവർ ഇങ്ങോട്ട് നിങ്ങളെ സ്നേഹിക്കൂല. തുഅ്മിനൂന ബിൽ കിതാബി കുല്ലിഹി, നിങ്ങൾ അല്ലാഹുവിന്റെ കിതാബിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ട്. വഇദാ ലഖൂകും ഖാലു ആമന്ന, നിങ്ങളെ കണ്ടുമുട്ടി അവരെന്ത് പറയും? ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറയും. വഇദാ ഖലൗ അബ്ദു അലൈക്കുമുൽ അനാമില മിനൽ ഗൈബ്, അവര് തനിച്ചായി കഴിഞ്ഞാൽ നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ട്, വെറുപ്പ് കൊണ്ട് അവരെന്ത് ചെയ്യും? അവരുടെ വിരൽ തുമ്പുകൾ കടിക്കും. ഇന്നല്ലാഹ അലീമുൻ ബിദാത്തി സുദൂർ, അല്ലാഹു ഹൃദയങ്ങളിലുള്ളത് അറിയുന്നുണ്ട്. ഇൻ തംസസ്കും ഹസനതുൻ തസുഉഹും, നിങ്ങൾക്കൊരു നന്മ ബാധിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു നല്ല കാര്യം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കത് മോശമായിട്ടാണ്, അവർക്കത് പ്രയാസകരമാണ്. വഇൻ തുസിബ്കും സയ്യിഅതുൻ യഫ്റഹു ബിഹാ, നിങ്ങൾക്ക് ഒരു പ്രയാസകരമായ ഒരു കാര്യം നിങ്ങൾക്കുണ്ടായി കഴിഞ്ഞാൽ അതിന്റെ പേരിൽ അവർ സന്തോഷിക്കുകയും ചെയ്യും. ഇതാരാ പറയണത്? അല്ലാഹു സുബ്ഹാനഹു വ തആല കാഫിറുകളുടെ മനസ്സ് നമുക്ക് പറഞ്ഞു തരാണ്. ഹൃദയങ്ങൾ അറിയുന്നവനാണെന്ന് പറഞ്ഞു. ഇന്നല്ലാഹ അലീമുൻ ബിദാത്തി സുദൂർ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഫഹാദിഹിൽ ആയാത്ത് അൽ കരീമ തശ്റഹു ദഖായിൽ അൽ കുഫാർ, ഈ ആയത്തുകള് കുഫാറുകളുടെ ഉള്ളുകളികളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? വിശദീകരിച്ചു തരുന്നത്. വമാ യകുന്നൂനഹു നഹ്വൽ മുസ്ലിമീൻ, അവരുടെ ഉള്ളിൽ അവർ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങൾ, മുസ്ലിമീങ്ങൾക്ക് നേരിൽ അവർ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നു. മിൻ ബുഗ്ദി മാ യുദബ്ബിറൂനഹു ضدهم من مكر وخيانة وما يحبونه من مضرة المسلمين وإيصال الأذى إليهم بكل وسيلة. മുസ്ലിമീങ്ങൾക്ക് നേരിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് തന്ത്രങ്ങൾ മെനയുന്നുണ്ട്, അതുപോലെ തന്നെ ചതി മെനഞ്ഞുണ്ടാക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ അള്ളാഹു നമുക്ക് വിശദീകരിച്ചു തന്നു. അതുപോലെ തന്നെ അവരൊളിപ്പിച്ചു വെച്ചിട്ടുള്ള അവരുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ കാര്യത്തിൽ അവർ ഇഷ്ടപ്പെടുന്നത് എന്തൊക്കെയാണ്? മിമ്മദറത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകുന്നതാണ്. വയസാലിൽ അദാ ഇലൈഹിം, അവർക്ക് ഉപദ്രവം എത്തിക്കുന്നതാണ്, ഉണ്ടാകുന്നതാണ് എന്ത് ചെയ്യുന്നത്? അവരിഷ്ടപ്പെടുന്നത്. ബിക്കുല്ലി വസീല, എല്ലാ തരത്തിലും കഴിയുന്ന രൂപത്തിലൊക്കെ നമ്മളിലേക്ക് എന്ത് ചെയ്യണം? ഉപദ്രവം ഉണ്ടാക്കാനാണ് അവർ ഇഷ്ടപ്പെടുന്നത്. വഅന്നഹും യസ്തഗല്ലൂന സിഖത്തൽ മുസ്ലിമീന ബിഹിം, മുസ്ലിമീങ്ങൾ അവരെ വിശ്വസിക്കുന്നു, കാഫിറുകളെ വിശ്വസിക്കുന്നു എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ചാൻസ് അവർ നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തുന്നുണ്ട്.
ആ ചാൻസ് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവർ മുസ്ലിമീങ്ങൾക്കെതിരിൽ അങ്ങേയറ്റം പണിയെടുക്കുന്നുണ്ട്. അവര് മുസ്ലിമീങ്ങൾക്ക് പ്രയാസമുണ്ടാക്കാൻ, അവരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ പേരില് മുസ്ലിമീങ്ങൾ എന്ത് ചെയ്യുന്നു, കാഫിറുകളെ വിശ്വസിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തന്നു അവരുടെ ഹൃദയങ്ങൾ എങ്ങനെയാണെന്ന്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അവരെ വിശ്വസിച്ചുകൊണ്ട് രഹസ്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എങ്കിൽ എന്ത് ചെയ്യും, അത് അവർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, എല്ലാ തരത്തിലുള്ള ഉപദ്രവങ്ങളും ഉണ്ടാക്കിയെടുക്കും. നോക്കൂ, അടുത്ത ഹദീസ് വളരെ ഗൗരവമുള്ള ഹദീസാണ്. 2 ഹദീസുകളോടെ കൊടുത്തിട്ടുണ്ട്. കാഫിറുകളിൽ നിന്ന് സഹായം സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതിനെ കുറിച്ച് അറിയിക്കുന്നതാണ്. റവൽ ഇമാമു അഹ്മദ് അൻ അബി മൂസ അൽ അശ്അരി, അബൂ മൂസ അൽ അശ്അരിയുടെ ഹദീസായിട്ട് ഇമാം അഹ്മദ് ഉദ്ധരിച്ചു, ഖാല ഖുൽതു ലി ഉമർ ലികാതിബുൻ നസ്രാനി, ഞാൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എനിക്കൊരു ക്രിസ്ത്യാനിയായിട്ടുള്ള നസ്രാനിയായിട്ടുള്ള ഒരു എഴുത്തുകാരനുണ്ട് എന്ന് പറഞ്ഞു. ഖാല മാലക ഖാതലക അല്ലാഹ്, നിനക്ക് നാശം, എന്താ നിനക്ക് പറ്റിയതെന്ന് ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു. അമാ സമിഅത ഖൗലഹു തആല യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദു അൽയഹൂദ വന്നസാറ ഔലിയാ ബഅദുഹും ഔലിയാഉ ബഅദ്, നിങ്ങൾ ജൂത ക്രിസ്ത്യാനികളെ വലിയകളായി സ്വീകരിക്കരുത്, ഔലിയാക്കളായിട്ട്, അടുപ്പക്കാരായിട്ട്, സ്നേഹിതന്മാരായിട്ട് സ്വീകരിക്കരുതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ലേ? ഇങ്ങനെ ചിലരോട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പുലർത്തുന്നവരായിട്ട്, അടുപ്പം കാണിക്കുന്നവരായിട്ട് നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല, വലിയകളായി സ്വീകരിക്കാൻ പാടില്ല എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ലേ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു അബൂ മൂസ അൽ അശ്അരിയോട് ചോദിച്ചു. അലത്തഖത്ത ഹരീഫ, ഒരു മുവഹിദായിട്ടുള്ള തൗഹീദിന്റെ ഭാഗത്തേക്ക് ചായുന്ന ഒരാളെ നിനക്ക് സ്വീകരിച്ചുകൂടായിരുന്നോ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു. قلت يا أمير المؤمنين إني لي كتابته وله دينه, എനിക്ക് അവന്റെ ആ എഴുത്ത് അത് മതി, അവന്റെ ദീനുണ്ട്, എനിക്ക് അവന്റെ ദീനും ആവശ്യമില്ല, എനിക്ക് അവനെ എഴുതി തന്നാൽ മതി. അഥവാ കണക്കെഴുത്താണെങ്കിലോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള എഴുത്താണെങ്കിലോ അത് എഴുതി കിട്ടിയാൽ മതി, അവന്റെ ദീനുമായിട്ട് എനിക്കെന്തില്ല, ബന്ധമില്ല എന്ന് അബൂ മൂസ അൽ അശ്അരി ന്യായീകരണം പറഞ്ഞു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞ മറുപടി, ലാ ഉക്രിമുഹും ഇദ് അഹാനഹുമുല്ലാഹ്, അവർ അല്ലാഹു നിന്ദിച്ചിരിക്കെ ഞാൻ അവരെന്ത് ചെയ്യില്ല, മാനിക്കുകയില്ല. വല ഉഇസ്സുഹും ഇദ് അദല്ലഹുമുല്ലാഹ്, അവർ അല്ലാഹു അങ്ങേയറ്റം താഴെ പതിതരാക്കിയ ആ നിലക്ക് അവരെ ഞാൻ എന്ത് ചെയ്യില്ല, അവർക്ക് പ്രതാപം നൽകുകയില്ല. വല ഉദ്നീഹിം വഖദ് അഖ്സാഹുമുല്ലാഹ്, അല്ലാഹു അവരെ വിദൂരത്തിലാക്കിയിട്ടുണ്ട്, ആ നിലക്ക് ഞാൻ എന്ത് ചെയ്യില്ല, അവരെ അടുപ്പിക്കുകയില്ല എന്ന് പറഞ്ഞു. കാഫിറുകളെ നമ്മളിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, അല്ലാഹു വളരെ അകറ്റിയിട്ടുണ്ട്, അല്ലാഹു അവന്റെ സ്വന്തത്തിൽ നിന്നും അകറ്റിയിട്ടുണ്ട്. അവരെ അല്ലാഹു ശത്രുക്കളായിട്ടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അവരെ ഞാൻ അടുപ്പിക്കുകയില്ല എന്ന് ആര് പറഞ്ഞു? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പൊ ഈ കാര്യം നമ്മൾ എന്ത് ചെയ്യണം, സൂക്ഷിക്കണം. നമ്മുടെ കടകളില്, അതുപോലെ തന്നെ നമ്മുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിലും, അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള കാര്യങ്ങളായിക്കോട്ടെ, അവിടെ ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കാഫിറുകളെ, മുസ്ലിമീങ്ങളെ ലഭ്യമാകുന്ന സാഹചര്യത്തില് കാഫിറുകളെ സ്വീകരിക്കാൻ പാടില്ല. ജോലിക്കാരായിട്ടോ അതുപോലെ തന്നെ സഹായികളായിട്ടോ ഒന്നും തന്നെ നമ്മൾ സ്വീകരിക്കരുത്. അതാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു തന്നിട്ടുള്ളത്. അത് ഒഴിവാക്കുകയാണ് വേണ്ടത്. മുസ്ലിമീങ്ങളെ ലഭ്യമാകുകയാണെങ്കിൽ അവർ നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. അടുത്തതായിട്ട് വറവൽ ഇമാം അഹ്മദ് മുസ്ലിം അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജ ഇലാ ബദ്രിൻ. നോക്കണം, ഇത് കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിലേക്ക് പുറപ്പെട്ടു. ഫതബിഅഹു റജുലുൻ മിനൽ മുശ്രിക്കീന ഫലഹഖഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുശ്രിക്കുകളിൽപ്പെട്ട ഒരാൾ എന്ത് ചെയ്തു, പിന്തുടർന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്തിച്ചേർന്നു. ഐൻദൽ ഹറ, ഹറത്തിനടുക്കല് അഥവാ മദീനയുടെ
അതിരാണ് ഹറച്ചത്. അതിന്റെ അടുക്കലേക്ക് എന്ത് ചെയ്തു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്തിച്ചേർന്നു. فقال إني أردت أن أتبعك وأصيب معك. قال تؤمن بالله ورسوله؟ قال لا. قال ارجع فلن أستعين بمشرك. എന്നിട്ട് ആ മുശ്രിക്ക് പറഞ്ഞു, ഞാൻ താങ്കളെ പിന്തുടരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. റസൂലുള്ളാഹിനോടാണ് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് താങ്കൾക്ക് ലഭിക്കുന്ന ഗനീമത്ത് എനിക്കും അതിൽ പങ്കുചേരാനും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, നീ അള്ളാഹുലും റസൂലിലും വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞപ്പോഴേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇർജിഅ, നീ മടങ്ങിപ്പോയിക്കൊള്ളുക. ഫലൻ അസ്തഈന ബിമുശ്രിക്, ഞാൻ മുശ്രിക്കില് ഒരു മുശ്രിക്കായ ഒരാളില് ഞാൻ എന്ത് ചെയ്യില്ല, സഹായം സ്വീകരിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് വളരെ ശക്തമായിട്ടുള്ള ഒരു തെളിവാണ്. സൗദി ഭരണകൂടം ഇറാഖിനെതിരെ അമേരിക്കയുടെ സഹായം സ്വീകരിച്ചപ്പോ ചില പണ്ഡിതന്മാർ ഈ ഹദീസ് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടുത്തെ പണ്ഡിതന്മാരോട് സൂചിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ പേരിൽ ഒരു തരത്തിലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സഹായം സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളത് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോ എന്നാലും അതില് പണ്ഡിതന്മാരുടെ ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു തരത്തിലും നമ്മൾ കാഫിറുകളുടെ സഹായം സ്വീകരിക്കാൻ പറ്റില്ലയോ? അല്ല, മുസ്ലിമീങ്ങളുടെ റിനയുടെ കാലത്തില് അതുപോലെ തന്നെ പ്രതാപകാലത്തില് പാടില്ല, അല്ലാത്ത ബാഫിന്റെ ദൗർബല്യത്തിന്റെ കാലത്ത് പറ്റുമെന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു. വളരെ പ്രതാപകാലത്ത് അവർ ധന്യരായിരിക്കുന്ന കാലത്ത് മുസ്ലിമീങ്ങളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ആളുകൾ ലഭിക്കുന്ന സമയത്ത് കാഫിറുകളുടെ സഹായം സ്വീകരിക്കാൻ പറ്റില്ല എന്നൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു. എന്നാൽ ഒരു വിഭാഗം പണ്ഡിതന്മാര് മുത്ലഖായിട്ട് തന്നെ അവർ സഹായം സ്വീകരിക്കാതിരിക്കുക തന്നെ വേണം എന്നുള്ളത് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ومن هذه النصوص يتبين لنا تحريم تولية الكفار أعمال المسلمين التي يتمكنون بواسطتها من الاطلاع على أحوال المسلمين وأسرارهم ويكيدون لهم بإلحاق الضرر بهم. ഈ തെളിവുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് എന്താണ്? കാഫിറുകളെ മുസ്ലിമീങ്ങളുടെ ജോലികൾ ഏൽപ്പിച്ചു കൊടുക്കാൻ പാടില്ല. അതിലൂടെ അതുവഴി അവർക്ക് സാധ്യമാകുമെന്ന് മുസ്ലിമീങ്ങളെ രഹസ്യം അറിയാൻ, അവരുടെ അവസ്ഥകൾ അറിയാൻ സാധിക്കും. അങ്ങനെ എന്ത് ചെയ്യും? മുസ്ലിമീങ്ങൾക്ക് ഉപദ്രവം വരുത്താൻ വേണ്ടിയിട്ട് അവർക്ക് തന്ത്രം മെനയാൻ പറ്റുകയും ചെയ്യും. ومن هذا ما وقع في هذا الزمان من استقدام الكفار إلى بلاد المسلمين بلاد الحرمين الشريفين وجعلهم عمالا. ഇതിൽ പെട്ടതാണ്, ഈ ഹറാമായിട്ടുള്ള രീതിയിൽ പെട്ടതാണെന്നാണ് ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ പറയുന്നത്. ഇന്ന് രണ്ട് ഹറമുകളുടെയും നാടായിട്ടുള്ള സൗദിയിൽ വരെ എന്ത് ചെയ്തിട്ടുണ്ട്, കാഫിറുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ജോലിക്കാരായിട്ട് അവരെ കൊണ്ടുവരിക എന്നുള്ളത് അത് ഹറാമാണ്. വജഅലഹിം ഉമ്മാലൻ, അവരെ പണിക്കാരായിട്ട് വെക്കുക, വസായിഖീൻ, ഡ്രൈവർമാരായിട്ട്, മുസ്തഖ്ദിമീൻ, അതുപോലെ തന്നെ സേവകരായിട്ട്, സർവന്റുമാരായിട്ട്, വമുറബ്ബീന ഫിൽ ബുയൂത്ത്, വീട്ടില് കുട്ടികളൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് മറ്റു പല രാജ്യങ്ങളിൽ നിന്നും എന്ത് ചെയ്യും, സ്ത്രീകളെ കൊണ്ടുവരും. അതൊക്കെ ഈ ഹറാമായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുള്ള ഇസ്തിആനത്തിൽ പെടും എന്നാണ് ഷെയ്ഖ് പറഞ്ഞിട്ടുള്ളത്. വഖൽതഹിം മഅൽ അവൈൽ, കുടുംബക്കാരെ അവരുമായിട്ട് എന്ത് ചെയ്യല്, മിക്സ് ചെയ്യിപ്പിക്കല്. വഖൽതഹിം മഅൽ മുസ്ലിമീന ഫി ബിലാദിഹിം, മുസ്ലിമീങ്ങളോടൊപ്പം അവരുടെ നാട്ടില് മുസ്ലിമീങ്ങളെ കൂടെ കാഫിറുകളെ കലർത്തല്. ഇന്ന് ചില രാജ്യങ്ങൾ, മുസ്ലിം രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ കാഫിറുകളായിരിക്കും കൂടുതൽ ഉണ്ടാവുക. അല്ലെങ്കിൽ അവരുടെ എല്ലാവിധ ഹുർരിയത്തിലും, അവർ നാട്ടിൽ ലഭിക്കാത്ത ഹുർരിയത്തില്, സ്വാതന്ത്ര്യത്തിൽ എന്തുണ്ടാകും, മുസ്ലിമുകളുടെ നാട്ടില് കയ്യിലുണ്ടാകും. ഇതൊക്കെ അവരോട് നമ്മൾ കാണിക്കേണ്ട ബറാ നമ്മൾ കാണിക്കുന്നില്ല, മറിച്ച് വലാ കാണിക്കുകയാണ്. അതിന്റെ പ്രകട രൂപങ്ങളാണ് ഷെയ്ഖ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ, അടുത്ത കാര്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് അത്താരീഖു ബിതാരീഖിഹിം, അവരുടെ കലണ്ടർ അല്ലെങ്കിൽ അവരുടെ
കലണ്ടർ എന്ത് ചെയ്യല് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത്. അഥവാ മീലാദി കലണ്ടർ, ക്രിസ്താബ്ദം, ഈ നമ്മുടെ സാധാരണ ഉപയോഗിക്കുന്ന കലണ്ടർ ഉണ്ടല്ലോ വളരെ പ്രചാരത്തിലുള്ളത്, അത് കാഫിറുകളോട് നമ്മൾ വല പുലർത്തുന്നുണ്ട് എന്നുള്ളത്, ഹറാമായിട്ടുള്ള വല പുലർത്തുന്നുണ്ട് എന്നുള്ളത് തെളിവാണ്. മനസ്സിലായില്ലേ? ഒരുപാട് കാര്യങ്ങൾ അത് ഒരു ബിദ്അത്തായിട്ട് ആരുണ്ടാക്കിയതാണ്? ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയതാണ്. ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജന്മദിനത്തിന് കണക്കാക്കിക്കൊണ്ട്. അതുപോലെ തന്നെ ഇന്ന് അതിന്റെ മാസങ്ങളുടെയും ദിവസങ്ങളുടെയും പേരുകൾ നിശ്ചയിച്ചിട്ടുള്ള ഏതടിസ്ഥാനത്തിലാണ്? അത് ഗ്രീക്ക് ദേവന്മാരുടെ പേരുകളാണ്. ഓരോ പേരുകളും ജനുവരി, ഫെബ്രുവരി എന്ന് തുടങ്ങുന്ന ആ പേരുകളൊക്കെ ഗ്രീക്ക് ദേവന്മാരുടെ പേരുകളാണ്. അത് ആ കലണ്ടറിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഷെയ്ഖ് പറഞ്ഞിട്ടുള്ളത്. അത് ഒരുപാട് പണ്ഡിതന്മാരെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എന്താണ് വിശദീകരിച്ചതാണ്. അടുത്തതായിട്ട് മുഷാറക്കത്തുഹും ഫി അയാദിഹിം, അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളത്, അതുപോലെ തന്നെ അതിൽ സഹായിക്കുക, അത് ആഘോഷം നടക്കാൻ വേണ്ടി നമ്മൾ സഹായിക്കുക, അതിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുക, അതിൽ പങ്കെടുക്കുക എന്നുള്ളതൊക്കെ അത് ഹറാമായിട്ടുള്ള വല നമ്മൾ പുലർത്തേണ്ട ഒരു തെളിവാണ്. അതൊക്കെ ഒരുപാട് വിശദീകരണങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ മദ്ഹുഹും, അവരെ പുകഴ്ത്തുക, വലിഷാദതു ബിമാ ഹും അലൈഹി മിനൽ മദനിയ്യതി വൽ ഹദാറ, അവർ ഏതൊരു സാംസ്കാരികതയിലാണുള്ളത്, ഏത് അഥവാ രാഷ്ട്രത്തിന്റെ അവസ്ഥ ഉണ്ടല്ലോ, അതിന്റെ പേരിൽ അവരെന്ത് ചെയ്യല്? പുകഴ്ത്തുക എന്നുള്ളത്, അവർക്ക് ഇഷാദത്ത് ചെയ്യുക എന്നുള്ളത്, അങ്ങേയറ്റം സ്തുതിക്കുക എന്നുള്ളത്, അത് അവരോട് നമ്മൾ വലാപുരത്തുന്നുള്ള തെളിവാണ്. അതുപോലെ തന്നെ അത്തസമ്മി ബി അസ്മാഇഹിം, അവരുടെ പേരുകൾ ഇടുക എന്നുള്ളത്. 10ാമത്തേത് അൽ ഇസ്തിഗ്ഫാറു ലഹും വതറഹ്ഹുമു അലൈഹിം, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യുക. അതുപോലെ തന്നെ അവർക്ക് റഹ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കൂടെ പറയാൻ പറ്റുന്നതാണെന്ത്? അവരെ സഹോദരങ്ങളെന്ന് വിളിക്കുക, കാഫിറുകളെ സഹോദരൻ എന്ന് വിളിക്കുക, സഹോദരനായിട്ടുള്ള ക്രിസ്ത്യാനി അല്ലെങ്കിൽ നസ്രാനി എന്ന് വിളിക്കുക, ക്രൈസ്തവ സഹോദരൻ എന്നൊക്കെ വിളിക്കുക എന്നുള്ളത് എന്താണ്? അതിൽപ്പെട്ടതാണ്. മറിച്ച് വിളിക്കുന്നതിന്റെ പേര് വിളിക്കാം, അല്ലെങ്കിൽ അതിനുള്ള പേരിട്ടത് എന്ത് സഹോദരൻ എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ. പേരറിയാത്ത ആളുകളെ എന്ത് ചെയ്യാം? വേറുള്ള രൂപങ്ങളിൽ വിളിക്കാം. പക്ഷെ സഹോദര എന്ന് വിളിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് വെച്ചാല് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ, മുഅ്മിനുകൾ മാത്രമാണ് എന്ത് ചെയ്ത് സഹോദരന്മാര്, അല്ലാത്തവരെന്തില്ല, പരസ്പരം ഉഖുവത്തില്ല. നമ്മൾ ഏതായാലും പിന്നെ അതുപോലെ തന്നെ എന്നാൽ ചില പഴച്ച പണ്ഡിതന്മാരെന്ത് ചെയ്തിട്ടുണ്ട്? അവർ സഹോദരന്മാരെ എന്ന് വിളിക്കാൻ പറ്റുമെന്ന് ഫത്വ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഖർവാവി ഫത്വ കൊടുത്തിട്ടുണ്ട്. ഞാന് നസ്രാനികളെ ഇഖ്വാൻ എന്ന് വിളിക്കുന്നതിൽ പലരും പ്രയാസം ധരിക്കുന്നുണ്ടാകും, അല്ലെ വിചാരിക്കുന്നുണ്ടാകും എന്ന് പറഞ്ഞു. ഞാൻ അവരെ ഇഖ്വാനുകൾ എന്ന് വിളിക്കും എന്ന് ഖർവാവി പറഞ്ഞു. എന്നിട്ട് തെളിവ് ധരിച്ചത് എന്താണ്? ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ, മുഅ്മിനുകൾ മാത്രമാണ് സഹോദരന്മാർ. ഇന്നമ എന്ന് പറഞ്ഞാൽ മാത്രമാണ് കേട്ടോ. അതിന്റെ തെളിവാണ്. അതിങ്ങനെ തെളിവ് പിടിക്കുന്നത് അത് വളരെ അത്ഭുതകരമാണ്. കാരണം അവരൊരു തരത്തിൽ എന്താണ്? വഹും മുഅ്മിനൂന മിൻ വജ്ഹിൻ വനഹ്നു മുഅ്മിനൂന മിൻ വജ്ഹ്, അവരൊരു തരത്തിൽ എന്താണ്? മുഅ്മിനുകളാണ്. അവരവരുടെ ദീനിൽ വിശ്വാസമുള്ളവരല്ലേ. അപ്പൊ നമ്മൾ നമ്മുടെ ദീനിൽ എന്താണ്? വിശ്വാസമുള്ളവരാണ്. അപ്പൊ വിശ്വാസികൾ എന്താണ്? മാത്രമാണെന്ത്? സഹോദരന്മാരെന്ന് പറഞ്ഞു. അപ്പൊ അവര് വിശ്വാസികളാണ്, നമ്മൾ വിശ്വാസികളാണ് എന്നതാണ് തെളിവ് ധരിച്ചത്. നേരെ എതിരായിട്ടുള്ള തെളിവ് അവരെന്ത് ചെയ്തു? ഉദ്ധരിച്ചു. അപ്പോ അവരെ സഹോദരന്മാരെന്ന് വിളിക്കാൻ പാടില്ല എന്നുള്ളതാണ് കാര്യം. ഇതൊക്കെ ബാക്കി പറഞ്ഞ കാര്യങ്ങള്, അവരുടെ ഈദിൽ ആഘോഷങ്ങൾ പങ്കെടുക്കുന്ന കാര്യം, കുറെ കാര്യങ്ങൾ, ഇതൊക്കെ വളരെ വിശദീകരണം ആവശ്യമുള്ളതാണ്. അതൊക്കെ
പഠിക്കുകയും അന്വേഷിക്കുകയും വേണ്ടതാണ്. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ് അൽഹംദുലില്ലാഹ്. അതിപ്പോ ഇതിൽ പെടുന്നതാണല്ലോ. ഏതില്? അവരെ ഇസ്തിആനത്തിൽ പെടും, അവരെ സഹായം സ്വീകരിക്കലിൽ പെടും. രണ്ടാമതായിട്ട് എന്ത് ചെയ്യും? അതിലെന്തുണ്ട്? അവരെ മദഹ് ചെയ്യലുണ്ട്, അവരെ പുകഴ്ത്തലുണ്ട്, അവർക്ക് അങ്ങേയറ്റം അവരെ സ്തുതിക്കല്, ഇഷാദത്ത് അതിലുണ്ട്. അതുപോലെ തന്നെ വലിയ എന്താ പറയുക, അതിലുള്ള ഈ ഭൗതിക കാര്യങ്ങൾ അറിവുള്ള ആളുകളെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങേയറ്റം അവരുടെ കാര്യത്തിൽ അത്ഭുതപ്പെടുകയും അവരുടെ അക്വാലുകളൊക്കെ എന്ത് ചെയ്യുന്നു? വളരെ അത്ഭുതത്തോടു കൂടി എന്ത് ചെയ്യുന്നു? ഉദ്ധരിക്കുന്ന കാര്യം. ഇതൊക്കെ എന്താണ്? തീർത്തും അവരുടെ വല ഉണ്ട് എന്നുള്ളത് തെളിവുകളാണ്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് നമ്മൾ ഓർക്കുക. എന്താണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്? ലാ ഉക്രിമുഹും ഇദാ ഹാനഹുമുല്ലാഹ്. അവർ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? അങ്ങേയറ്റം നിന്ദിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അവരെ മാനിക്കാൻ പാടില്ല. വലാ ഉഇസ്സുഹും ഇദാ അദല്ലഹുമുല്ലാഹ്. അവർ അള്ളാഹു അങ്ങേയറ്റം താഴ്ത്തിയിട്ടുണ്ട്. പിന്നെ അവർക്ക് നമ്മൾ പ്രതാപം കൊടുക്കാൻ പാടില്ല, ഞാൻ കൊടുക്കുകയില്ല. വല ഉദ്നിഹിം ഇദാ അഖ്സഹുമുല്ലാഹ്. അള്ളാഹു അവരെ അങ്ങേയറ്റം അകറ്റിയിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ നമ്മൾ അവരെന്ത് ചെയ്യില്ല? ഞാൻ അവരെ അടുപ്പിക്കുകയില്ല. ഇതായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട കാര്യം. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ശരി, അത് ഞാൻ എന്ത് ചെയ്യാം? ഇൻഷാ അല്ലാഹ് പറ്റുമെങ്കിൽ നാളെ ഞാനത് വിശദീകരിക്കാം. ബിദ്നില്ലാഹ്. അതിന്റെ അഖ്വാലുകളും ഫത്വകളൊക്കെ വെച്ചിട്ട് ഞാൻ സംസാരിക്കാം.